ഈ ലോകം മനുഷ്യർക്ക് വസിക്കാൻ വേണ്ടിയുള്ളതാണ്. പക്ഷികളും മൃഗങ്ങളുമൊക്കെ മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണെന്നാണ് വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൃഗങ്ങൾക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ മനുഷ്യന്റെ ജീവനും സ്വത്തിനും സമാധാനത്തിനും ഭംഗം വരത്തക്ക വിധത്തിൽ മൃഗങ്ങൾ ഒരു ശല്യമായി മാറിയാൽ ആരുടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് നമ്മൾ നിലപാടെടുക്കേണ്ടത്? ഏതൊരു കൊച്ചുകുട്ടിക്കും ഇതിൻ്റെ ഉത്തരം അറിയാമെന്നിരിക്കെ ചില്ലുമേടകളിൽ ഇരിക്കുന്ന ചില മൃഗസ്നേഹികളെന്ന് അവകാശപ്പെടുന്നവരും അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന വ്യവസ്ഥിതികളും മനുഷ്യ ജീവിതങ്ങളെ തെല്ലും വില കൽപ്പിക്കാതെ കെണിയിൽപ്പെടുത്തുകയാണ്. ഏതാണ്ട് 11ഓളം പേരെ ചവിട്ടി അരച്ചു കൊന്ന 180ഓളം കെട്ടിടങ്ങൾ തച്ച് തകർത്ത അരിക്കൊമ്പൻ എന്ന ഒരു കാട്ടാന ഒരു നാടിന് മുഴുവൻ ഭീതി സ്വപ്നമായി മാറുമ്പോൾ കുറച്ചെങ്കിലും മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട മനുഷ്യരുടെ ജീവനും സ്വത്തിനും അവർ വില കൽപ്പിക്കുമായിരുന്നു. ഈ ആനയെ പിടിക്കുവാനുള്ള ദൗത്യത്തിൽ നിന്ന് തൽക്കാലം പിന്മാറുവാൻ കോടതി ഉത്തരവിട്ട പശ്ചാത്തലത്തിൽ ഷെക്കേന ബിഗ് ഡിബേറ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നു. ഇവിടെ ജീവിക്കാൻ അവകാശം മനുഷ്യനോ മൃഗത്തിനോ? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു ഫാദർ ജിൻസ് കാരക്കാട്ട്, ഇടുക്കി രൂപത മീഡിയ കമ്മീഷൻ സെക്രട്ടറി, ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, സാമൂഹിക നിരീക്ഷകൻ, ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ, മാധ്യമ പ്രവർത്തകൻ. എൻ്റെ ആദ്യത്തെ ചോദ്യം ശ്രീ ജോൺസൺ കൊച്ചുപറമ്പനോട്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ, ആ നാട്ടുകാരൻ എന്ന നിലയിലും ആ പ്രദേശമെല്ലാം അങ്ങേക്ക് നല്ല പരിചിതമാണ്, അവിടെയുള്ള മനുഷ്യരും അവിടുത്തെ പ്രദേശങ്ങളുമെല്ലാം. ഈ നാട് ഇന്ന് എത്തി നിൽക്കുന്ന ഈ ദുരവസ്ഥയെക്കുറിച്ച് അങ്ങ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. എന്താണ് ഇപ്പോൾ അവിടുത്തെ മനുഷ്യരുടെ ഭീതിദായകമായ ആ അവസ്ഥ? ഇന്ന് അവിടെ ഹർത്താൽ നടക്കുകയാണ്. ഏതാണ്ട് 10ഓളം പഞ്ചായത്തുകൾ ഒരുമിച്ച് ചേർന്ന് ഇന്ന് ഹർത്താൽ നടക്കുകയാണ്. ശരിക്കും മനുഷ്യര്, സാധാരണക്കാരായ തൊഴിലാളികള്, കുടിയേറ്റ കർഷകര്, വലിയ വിദ്യാഭ്യാസമില്ലാത്ത ഒരു ജനത ഒക്കെ അധിവസിക്കുന്ന പ്രദേശമാണ് ഇപ്പോഴത്തെ ചിന്നക്കനാല്, സിംഗികണ്ഠം, ദേവികുളം പ്രദേശങ്ങൾ. അവിടെയുള്ള ജനങ്ങളുടെ ഇപ്പോഴത്തെ പേടി ആനയെ മാത്രമല്ല, കാട്ടാനയെ മാത്രമല്ല അവിടെയുള്ള മനുഷ്യർക്ക് പേടി. അവർക്കിപ്പോൾ ഈ രാജ്യത്തെ ഭരണ സംവിധാനങ്ങളെ എല്ലാ കാലത്തും അവർക്ക് സംരക്ഷണം നൽകും എന്നവർ വിശ്വസിച്ചിരുന്ന കോടതികളെ എല്ലാം ഭയമാകുന്ന ഒരു സാഹചര്യമാണ് ഇന്നിപ്പോ കാണാൻ കഴിയുന്നത്. ആരെ വിശ്വസിക്കണം? ഈ കുടിയേറ്റ ഭൂമിയിൽ ജീവിക്കാൻ, ഈ സിംഗികണ്ഠം കോളനി പോലെ കുടിയിരുത്തപ്പെട്ട ഭൂമിയിൽ ജീവിക്കാൻ, ഇനി മുന്നോട്ടുള്ള ജീവിതത്തിന് ആരെ വിശ്വസിക്കണം എന്നറിയാത്ത ഒരു ജനതയാണ്. വളരെ വേദനയോടെ ഞാൻ പറയുന്നു, അവിടെ ചെന്ന് കാണുമ്പോൾ ആ മനുഷ്യരുടെ കണ്ണിൽ കാണുന്നത് വലിയൊരു ഭയമാണ്. 2 ദിവസം മുമ്പ് ഞാൻ അവിടെ പോയി, കുങ്കിയാനി ഇറക്കിയപ്പോ. അന്ന് അവിടെ കണ്ടവരെല്ലാം പറഞ്ഞത് കോടതിയിൽ നിന്നും നീതി കിട്ടും, മനുഷ്യന് അനുകൂലമായ വിധി ഉണ്ടാകും എന്ന ശുഭപ്രതീക്ഷയാണ്. പക്ഷെ ഇന്ന് ചിത്രമാകെ മാറി. കോടതികൾ പോലും മനുഷ്യനേക്കാൾ പ്രാധാന്യം, അങ്ങ് പറഞ്ഞതുപോലെ മനുഷ്യനേക്കാൾ പ്രാധാന്യം മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വിധി കേട്ടപ്പോ അവിടെയുള്ള ജനങ്ങൾ ആകെ ഭയചകിതരാണ്. വന്യമൃഗത്തെ പേടിക്കണം, ഭരണകൂടങ്ങൾ നീതി തരാത്തപ്പോ അതിൽ ഭയപ്പാടുണ്ട്, ഇപ്പൊ കോടതിയിലും ഭയപ്പാടുണ്ട്. ഇത് ഒരു ഗുരുതരമായ സാമൂഹിക പ്രശ്നമായി മാറും. ഈ ഭയത്തിൽ ജീവിക്കുന്നവർക്ക് ഈ അരിക്കൊമ്പന്റെ ഒരു ശീലം അറിയാമല്ലോ. ഒറ്റ വാക്കി ഞാൻ പറയാം, അരി ഭക്ഷിക്കാനാണ് റേഷൻ കട തകർന്നത്. വീടുകളിൽ അരി സൂക്ഷിക്കുന്ന ഓരോ അമ്മയും ഇന്ന് ഭയത്തിലാണ്. രാത്രി കിടന്നുറങ്ങുമ്പോ തങ്ങളുടെ അടുക്കളയിൽ അരി ഇരിപ്പുണ്ടെങ്കിൽ രാത്രി ആന വരും എന്ന ഭയപ്പാടിലാണ് അവിടുത്തെ അമ്മമാർ. കുട്ടികൾക്ക് സ്കൂളിൽ പോകാനാവുന്നില്ല. കൃഷിയിടങ്ങളിലേക്ക് മാസങ്ങളായി കൃഷിയിടങ്ങളിലേക്ക് പോയി കൃഷി ചെയ്യാനാവുന്നില്ല. ഒരു കരിയിലയ അനങ്ങുന്നത് കേട്ടാൽ ഭയത്തോടെ കൃഷിയിടത്തിൽ നിന്നും നിലവിളിക്കേണ്ട സാഹചര്യമാണ് അവിടെ ഉണ്ടാകുന്നത്.
റോഡിലൂടെ സഞ്ചരിക്കാനാവുന്നില്ല. നാഷണൽ ഹൈവേയിൽ ഇന്നലെ ഞാൻ വാട്സാപ്പിൽ വിധി വന്നപ്പോ കണ്ടു, ആന ഇറങ്ങുന്ന ചുറ്റും വനമാണെന്നൊരു പ്രചാരണം. ആര് പടച്ചു വിടുന്നതാ ഇത്തരം തെറ്റുകൾ? ആനയിറങ്ങലിന് ചുറ്റും വനമല്ല, ആനയിറങ്ങലിന് ചുറ്റും ചിന്നക്കനാൽ, പെരിയ കനാൽ തുടങ്ങിയ പന്നിയാർ തുടങ്ങിയ തേയിലത്തോട്ടങ്ങളും തൊട്ടടുത്ത് കുടിയേറ്റ മേഖലയായ BL റാമും തൊട്ടടുത്ത് AK ആന്റണി ഗവൺമെന്റ് കുടിയിരുത്തിയ 301 കോളനിയും സിംഗ് കണ്ടമെന്ന കുടിയേറ്റ ഭൂമിയുമാണ്. എവിടെയാ വനമുള്ളത്? തെറ്റായ പ്രചരണങ്ങൾ അഴിച്ചുവിടുക. ഈ കുടിയേറ്റ ഭൂമിയിലെ ജനങ്ങൾ മുഴുവൻ വളരെ ഭയത്തിൽ കഴിയുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഭരണകൂടങ്ങളിൽ പ്രതീക്ഷ അർപ്പിക്കുമ്പോൾ മനുഷ്യന് പ്രാധാന്യം കൊടുക്കുന്ന നിയമങ്ങൾ രൂപപ്പെടണം. ആദരണീയനായ ഇടുക്കിയുടെ പിതാവ് കഴിഞ്ഞ 2-3 സമരങ്ങളിൽ ആവർത്തിച്ചു പറയുന്ന ഒരു വാക്ക് ഞാൻ ഉച്ചരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിയമങ്ങൾ കാലാനുസരണം പരിഷ്കരിക്കണം. ആർക്ക് വേണ്ടിയാ? പ്രാധാന്യം മനുഷ്യന് കൊടുത്തുകൊണ്ട്. അത് ഉണ്ടാവുന്നില്ല എന്നുള്ളത്. 2, കോടതികളിൽ ഇവിടുത്തെ ഭൂപ്രശ്നങ്ങളിലും ഈ വന്യമൃഗ പ്രശ്നങ്ങളിലുമൊക്കെ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ മലയോര ജനതയ്ക്കെതിരെ കേസ് കൊടുക്കുന്നതാണ്. കടലാസ് സംഘടനകൾ സുപ്രീം കോടതിയിൽ വരെ പോയി കേസ് നടത്തണമെങ്കിൽ ഈ കടലാസ് സംഘടനകൾക്ക് ഉണ്ടാവുന്ന ഫണ്ട് എവിടെ നിന്ന്? ഓക്കെ, ഞാൻ അതിലേക്ക് വരാം. ഈ അരിക്കൊമ്പന്റെ വിഷയം വന്നപ്പോ അങ്ങ് പറഞ്ഞതുപോലെ വാസ്തവത്തിൽ ഈ ആനയേക്കാൾ പേടിക്കേണ്ടത് മനുഷ്യരെയാണ്. അതൊരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. ഫാദർ ജെയിംസ് കാരക്കാട്ട്, ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ മനുഷ്യർ പോയി താമസിക്കുന്നതാണോ വാസ്തവത്തിൽ പ്രശ്നം? ഈ മൃഗസ്നേഹികളൊക്കെ അവകാശപ്പെടുന്നത് ഈ വനമേഖല മനുഷ്യർ കയ്യേറുന്നത് കൊണ്ടാണ് വനത്തിൽ താമസിക്കുന്ന ആനകളൊക്കെ ഈ കാടിറങ്ങി നാട്ടിലേക്ക് വരുന്നതെന്നാണ്. അതിനകത്ത് വാസ്തവമല്ലോ ഉണ്ടോ? ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഹൈറേഞ്ച് പ്രദേശം കഴിഞ്ഞ കാലത്തെങ്ങും അഭിമുഖീകരിക്കാത്ത വലിയ സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഭൂപ്രശ്നങ്ങൾ ഒരുപാടുണ്ട്, ഇവിടുത്തെ നിയമപ്രശ്നങ്ങൾ ഒരുപാടുണ്ട്, നിർമ്മാണ നിരോധനം ഉൾപ്പെടെയുള്ള ബഫർ സോൺ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഒരുപാടുണ്ട്. അത്തരം വിഷയങ്ങളുടെ നടുവിലാണ് ഏറെ സങ്കീർണമായിട്ടുള്ള ഭയാശങ്കകൾ ജനിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇന്ന് ഹൈറേഞ്ച് പോകുന്നത്. ഇവിടെ വന്യമൃഗങ്ങളുടെ തേരോട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കുടിയേറ്റ കാലത്ത് പോലും ഇല്ലാത്ത തരത്തിലുള്ള വന്യമൃഗങ്ങളുടെ ശല്യം. കുടിയേറ്റ കാലം എന്ന് പറയുമ്പം ആളുകൾ മനസ്സിലാക്കണം, ഇത് വനഭൂമിയാണ്. ഈ വനഭൂമി വെട്ടിത്തെളിച്ച ആളുകളുടെ വാസം തുടങ്ങിയ കാലഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം വലിയ വനപ്രദേശമാണ് ജനം വെട്ടിത്തെളിച്ച് ഇവിടെ ആളുകൾ താമസം തുടങ്ങി. അന്ന് പോലും ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള വന്യമൃഗ ശല്യം ഉണ്ടായി എന്ന് പറഞ്ഞു പോലും കേട്ടിട്ടില്ലാത്ത ഒരു നാട്ടിൽ ഇത്രമാത്രം വികസിച്ചു പോയിട്ടുള്ള ആളുകൾ, എത്രമാത്രം തിങ്ങിപ്പാർക്കുന്ന, ഇത്രമാത്രം സ്ഥാപനങ്ങളുള്ള, ഇത്രമാത്രം വളർച്ചയുടെ പടവുകൾ കടന്നുപോയ ഒരു നാട്ടിൽ ഈ വളരെ പെട്ടെന്ന് വന്യമൃഗങ്ങളുടെ അക്രമം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് സംശയാസ്പദമാണ്. അതിൻ്റെ അകത്ത് തെറ്റുകളില്ല. അല്ല, പല മൃഗസ്നേഹികളും പറയുന്നത് പണ്ടും ഇതുപോലെ തന്നെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്തിനാണ് ഇതൊക്കെ ഊതിപ്പെരുപ്പിച്ച് കാണിക്കുന്നതെന്നാണ് ചിലരൊക്കെ ചോദിക്കുന്നത്. പണ്ട് എവിടെയാണ് ഹൈറേഞ്ചിന്റെ ചരിത്രം എടുത്ത് നോക്കുക. പണ്ട് എവിടെയാണ് പുലി ഇറങ്ങിയ ചരിത്രമുള്ളത്? പണ്ട് എവിടെയാണ് ഇവിടെ കടുവ ഇറങ്ങിയ ചരിത്രമുള്ളത്? എവിടെയാണ് ഹൈറേഞ്ചിന്റെ ചരിത്രത്തിൽ അങ്ങനെ പുലി ഇറങ്ങിയതും കടുവ ഇറങ്ങിയ ചരിത്രങ്ങളൊന്നുമില്ല. അത് ഈ ഏകദേശം 1.5 മാസം കൊണ്ടുണ്ടായ ചരിത്രങ്ങളാണ്. അല്ലാണ്ട് നേരത്തെ പുലി ഇറങ്ങിയ ചരിത്രമോ കടുവ ഇറങ്ങിയ ചരിത്രമൊന്നുമില്ല. ഇവിടെ ആനയെ മനുഷ്യന് പേടിയൊന്നും ഇല്ലായിരുന്നു. ആനയോട് അത്രമാത്രം വലിയ ഭയമൊന്നും തോന്നിയിട്ടില്ല. ആനകളൊക്കെ അങ്ങ് പോവും. പക്ഷെ ഇവിടെ എന്താണ് വിഷയം? ഇവിടെ വളരെ കൃത്യതയോടുകൂടി ആളുകൾക്ക് മനസ്സിലാകുന്ന ചില ആനകൾ, പ്രത്യേകിച്ച് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മൂന്നാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കഴിയുന്ന ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് ഏതാനയാണ് അവരെ ശല്യം ചെയ്യുന്നത്. അത് ഇന്നലെ തുടങ്ങിയ ശല്യമല്ല, അത് ശല്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെന്തോ ഒരു വിനോദം പോലെ ആളുകൾ ആസ്വദിക്കുന്നു. ആരാണ് ആസ്വദിക്കുന്നത്? ഹൈറേഞ്ചിലുള്ളവരല്ല. അത് ആസ്വദിക്കുന്നത് ഹൈറേഞ്ചിന് പുറത്തുള്ള ആളുകളാണ് ആസ്വദിക്കുന്നത്. ഇവിടെയുള്ള ാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇവിടെ പടയപ്പ എന്ന് പറയുന്ന ഒരു ആന മൂന്നാറിന്റെ തെരുവോരങ്ങളിലൂടെ മൂന്നാർ ടൗണിലൂടെ പോയി സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അവന്റെ അന്നം മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ പച്ചക്കറി കടകൾ നടത്തുമ്പോൾ ഈ ആന അതുവഴി ചെന്ന് ഒരു സൈഡിൽ നിന്ന് സകലമാന പച്ചക്കറി കടയും മറിച്ചിട്ട് അതിൻ്റെ അകത്ത് മുഴുവൻ പച്ചക്കറി എടുത്ത് വിഴുങ്ങിട്ട് പോകുന്ന ആളുകൾ ഇത് കണ്ട് രസിക്കുകയാണ്. ആരാണ് ചിത്രീകരിക്കുന്നത്? വാസ്തവത്തിൽ ആ നാട്ടുകാർ തന്നെയല്ലേ? പടയപ്പയെ ഹീറോ ആക്കുന്നതും നിങ്ങൾ തിരിച്ചറിയണം. പടയപ്പ മാത്രമല്ല, ഈ അരിക്കൊമ്പൻ ഇന്ന് ഹീറോയാണ്. ഈ ദിവസങ്ങളിലൊക്കെ അരിക്കൊമ്പന്റെ വലിയ സ്റ്റാറ്റസ് വീഡിയോകൾ ഇറങ്ങുന്നുണ്ട്. അരിക്കൊമ്പൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ആളുകൾക്ക് വലിയ മാനസിക വിഷമം ഉണ്ടാകുന്നു. ഇവിടെ ആർക്കാണ് പ്രിയപ്പെട്ട മാനസിക വിഷമം ഉണ്ടാകുന്നത്? ഇതൊക്കെ നട്ടാൽ കുരുക്കിയാലത്ത് നുണയില്ല പറഞ്ഞുകൊണ്ടിരിക്കുക. 10-11 മനുഷ്യരുടെ പ്രാണനെടുത്ത അങ്ങേയറ്റം ക്രൂരഭാവമുള്ള ഈ ആനയെ പിടിച്ചുകൊണ്ടു പോകുന്നതിൽ ആർക്കാണ് ഇവിടെ മനോവിഷമമുള്ളത്? ഇതാരാണ് പ്രചരിപ്പിക്കുന്നത്? ആരാണ്? ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? തൃശ്ശൂരുകാരൻ മനുഷ്യനാണ് ഇതിനെതിരെ ഹർജി കൊണ്ട് കൊടുത്തിരിക്കുന്നത്. വിവേക് എന്ന് പറയുന്ന മനുഷ്യനാണ്. തെല്ലും വിവേകവും ബോധവും ജീവിതത്തിൽ തെറ്റുപോകാത്ത ഈ മനുഷ്യനാണ് ഇവിടെ ഹർജി കൊണ്ട് കൊടുത്തത്. അദ്ദേഹം പറയുന്നത് എന്താണ്? ഇവിടെ മൃഗങ്ങൾക്ക് അവകാശമുണ്ട് ജീവിക്കാൻ, മനുഷ്യരെ പോലെ ജീവിക്കാൻ വേണ്ടി അവകാശമുണ്ട്. ആയിക്കോട്ടെ, ഈ പറഞ്ഞ മാന്യന്മാർക്ക് അത്രമാത്രം വലിയ മൃഗസ്നേഹം ഉണ്ടെങ്കിൽ കൊണ്ടുപോകട്ടെ, അവരുടെ തൊഴുത്തിൽ കൊണ്ട് വളർത്തട്ടെ. ഇവിടെ ആളുകൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് വേറൊന്നിനും വേണ്ടി. മൃഗങ്ങളെ കൊന്നെടുക്കണമെന്നോ ആനകളെ മുഴുവൻ നശിപ്പിച്ചു കളയണമെന്നോ ഇവിടെ ആരും പറയുന്നില്ലല്ലോ. അതിന് മുഴുവൻ ആളുകളെ പിടിച്ചോണ്ട് പോകണമെന്നല്ല പറയുന്നത്. അക്രമകാരിയായി മനുഷ്യന്റെ ജീവനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ക്രൂരഭാവമുള്ള ഈ ആനയെ പിടിച്ചുകൊണ്ട് പോകണമെന്നല്ലേ പറയുന്നത്. അതിനു വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ ഞങ്ങൾ കുറെ കാലമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ഇടുക്കിയിൽ ക്രമാനുഗതമായിട്ടുള്ള വനവൽക്കരണം നടത്താൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള നടപടികൾ നടന്നു വരുന്നുണ്ട്. ഇത് ഞങ്ങൾ കുറെ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് യാഥാർത്ഥ്യമാണ്. അതിനിവിടുത്തെ ഭരണകൂടം, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതൃത്വം ഒക്കെ ഇതിന് കുടപിടിച്ചു കൊണ്ടിരുന്നവരാണ്. ഇപ്പൊ ഞങ്ങളുടെ വലിയ ആശങ്കയും സങ്കടവും ഇവിടുത്തെ നീതിപീഠവും ഞങ്ങൾക്കെതിരെ നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ന് തെരുവിൽ സമരത്തിനിറങ്ങിയിരുന്ന ആളുകൾ. ഇന്ന് 10 പഞ്ചായത്തുകളിൽ ഹർത്താൽ നടത്തുന്നത് കൊണ്ടാണ്. സാധാരണക്കാരായ തോട്ടം തൊഴിലാളികളായിട്ടുള്ള ആളുകൾ അവർ തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുന്നവരാണ്, അവർ ഏലത്തോട്ടത്തിൽ പണിയെടുക്കുന്നവരാണ്. ഈ മൃഗങ്ങളെ ഭയന്ന് അവരുടെ അന്നം മുട്ടാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ തെരുവോരങ്ങളിൽ ഇറങ്ങിയിട്ട് ഇന്നത്തെ വിഷ്വൽസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാകും. ആളുകളൊക്കെ അവരുടെ ചട്ടിയും കലവും ഒക്കെ ആയിട്ട് വന്നിട്ട് അവർ വഴിയരികൾ ഭക്ഷണം പാകം ചെയ്ത് അവർ മുദ്രാവാക്യം വിളിച്ച് ഭക്ഷണം കഴിച്ച് വഴി കിടക്കുകയാണ്. ഈ ജനത്തെ പെരുവഴിയിൽ ഇറക്കി വിട്ടതാരാണ്? ഈ വന്യമൃഗത്തിന്റെ പേരിൽ, ഒരു മൃഗത്തിന്റെ പേരിൽ ഇത്രമാത്രം ക്രൂരമായിട്ട് ഈ ആളുകളോട് പെരുമാറാൻ വേണ്ടി കാരണമുണ്ടാക്കുന്നവരാണ്. ഇത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ നാട്ടിലെ ജനത്തോട് കാണിക്കുന്ന അങ്ങേയറ്റം പേര്. ഇവിടെ ചോദിച്ച ചോദ്യമുണ്ടല്ലോ, ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് ആളുകൾ കയ്യേറ്റം നടത്തുന്നത് കൊണ്ടല്ലേ ഇവിടെ മൃഗങ്ങൾ ശല്യം ചെയ്തതെന്ന്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് ഇവിടെ കയ്യേറ്റം നടക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ആളുകൾ വനം കയ്യേറിയത് കൊണ്ടാണ് ഇവിടെ മൃഗങ്ങൾ ആക്രമിക്കാൻ തുടങ്ങിയത്. ഇതൊക്കെ മണ്ടത്തരമല്ല. ഇതൊക്കെ ആരെയാണ് വിശ്വസിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്? പ്രിയപ്പെട്ട തിരിച്ചറിയുക, ഇവിടെ ഇന്നലെ കോടതിയിൽ സമീപിച്ചത് വനം വകുപ്പാണ്. വനം വകുപ്പ് കൃത്യമായിട്ടുള്ള രേഖകൾ അവിടെ ഹാജരാക്കിയല്ലോ. ഈ മൃഗത്തെ സംരക്ഷിക്കാനായിട്ട് പറ്റത്തില്ല, ഇതിനെ നിയന്ത്രിക്കാനായിട്ട് പറ്റത്തില്ല, വേറെ ജീവൻ എടുത്തുകൊണ്ട് പോയ മൃഗമാണ് എന്നവർ ബോധിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ നാട്ടിലുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലവും മൃഗങ്ങൾ താമസിക്കുന്ന സ്ഥലവും ഒക്കെ വേർതിരിക്കപ്പെട്ടുള്ള സ്ഥലങ്ങളാണ്. ജെണ്ട കെട്ട് തിരിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. അതിനെ വനഭൂമി എന്ന് റവന്യൂ ഭൂമി എന്ന് തിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ അത്തരത്തിലുള്ള അവിഖ്യാതികളൊക്കെ പറഞ്ഞ് ആളുകളെ അങ്ങ് പ്രകോപിപ്പിച്ച് ഞങ്ങളെയൊക്കെ തരം താഴ്ത്തി ഹൈറേഞ്ചിലെ ജനങ്ങളെയൊക്കെ ഒരുമാതിരി രണ്ടാം കിട ആളുകളാക്കി കണ്ട് അങ്ങനെ ഞങ്ങൾ മൃഗങ്ങളെ കയ്യേറാൻ വേണ്ടി ചെന്നുകൊണ്ട് അവരുടെ വനത്തിലേക്ക് കയറി പോയത് കൊണ്ട് അത് വന്ന് ആക്രമിച്ചു, അതുകൊണ്ട് നിങ്ങൾ സഹിച്ചോ എന്ന് പറഞ്ഞാൽ അത് കേട്ടിരിക്കാൻ വേണ്ടി ഇടുക്കിയിലെ മനുഷ്യർക്ക് മനസ്സില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. അങ്ങനെയൊന്നും ഈ നാട്ടിൽ മനുഷ്യർക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് പറ്റുമായിരിക്കും. പക്ഷെ അതങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് അത് ഇനിയുള്ള കാലത്ത് കേട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹൈറേഞ്ചിലെ ആളുകൾക്ക് മനസ്സില്ല എന്ന് തന്നെയാണ് ധൈര്യപൂർവ്വം പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ ജനത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരമുഖങ്ങളിൽ, അവരുടെ പോരാട്ട രീതികളിൽ, അവരുടെ കൂടെ, അവരുടെ മുൻപന്തിയിൽ ഇവിടുത്തെ ഒരു പൊതു സംവിധാനം എന്ന നിലയ്ക്ക് നമ്മൾ ഉണ്ടാകും. അതിൻ്റെ അകത്ത് തർക്കമൊന്നുമില്ല. അതുകൊണ്ട് ഈ നാട്ടിലെ ഈ ദിവസങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമരങ്ങളിലൊക്കെ നമ്മൾ നേതൃത്വം കൊടുക്കുന്നതുകൊണ്ട് ഈ നാട്ടിലെ ജനം ജീവിക്കണം. ആളുകൾക്ക് ഭീഷണിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ ഇടവന്നാൽ അതിന് ജനം പ്രതിരോധിക്കും, ജനം തെരുവിലിറങ്ങും, അവർ അക്രമാസക്തരാകും. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ടവർ നോക്കണം. ഇതാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. ഈ സമരത്തിന്റെ നേതൃത്വത്തില് സഭ വളരെ ശക്തമായി തന്നെ ഇടപെടുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും സഭ ഇടുക്കിയിൽ ഇന്നും ഇന്നലെയല്ല, ഇടുക്കിയിൽ കസ്തൂരംഗൻ വിഷയം വന്നപ്പോൾ, ഗാഡ്ഗിൽ വിഷയം വന്നപ്പോൾ
ഒക്കെ ഹൈറേഞ്ചിലെ ആളുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലയുറപ്പിച്ച സംവിധാനമാണെന്ന് ഇന്നലകളുടെ ചരിത്രം അറിയാവുന്ന ആളുകൾക്കറിയാം. അത് ഇനിയും ഇടുക്കി രൂപത, ഇവിടുത്തെ സഭാ സമൂഹം അങ്ങനെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. കാരണം ഈ രൂപതയുടെ ബഹുഭൂരിപക്ഷം എന്ന് പറയുന്നത് കർഷകരാണ്. കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളെ പ്രതിനിധാനം ചെയ്യുന്ന രൂപതയാണിത്. അതുകൊണ്ട് ഞങ്ങളുടെ ആളുകളെ ബാധിക്കുന്ന ഒരു പൊതുവിഷയം വരുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയതര ഒരു പൊതു സംവിധാനം എന്ന നിലയ്ക്ക് ഇടുക്കി രൂപത ആളുകളുടെ ആശങ്കകൾ, അവരുടെ ദുഃഖ ദുരിതങ്ങൾ, അവരുടെ പ്രതിസന്ധികൾ അത് ഏറ്റെടുക്കും. അത് അവർക്ക് വേണ്ടിയിട്ട് എല്ലാ കാലത്തും മുന്നോട്ട് നിൽക്കും. അങ്ങനെ ഈ കാലഘട്ടത്തിലൊക്കെ ഉണ്ടാകുന്ന ഒരു വിഷയം, അത്തരത്തിൽ മുന്നോട്ട് നിൽക്കുന്ന സഭാ നേതൃത്വത്തെയും സഭാധികാരികളൊക്കെ വിമർശിച്ച് അകത്ത് കയറ്റാം, അവരെ ഏതെങ്കിലുമൊക്കെ പാർട്ടി തൊഴുത്തിൽ കൊണ്ട് കെട്ടാം എന്നൊക്കെയുള്ള പരിശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള ചെപ്പടി ബുദ്ധികളൊക്കെ നടത്തി ഞങ്ങളെ ഭയപ്പെടുത്തി അകത്തിരുത്താമെന്ന് വിചാരിക്കുന്നത് ഇത് ആളുകളുടെ നീറുന്ന വിഷയമാണ്. സാധാരണക്കാരായിട്ടുള്ള ഹൈറേഞ്ചിലെ ജനത്തിന് നീറുന്ന വിഷയമാണ്. അവരുടെ ആകുലതകൾ ഞങ്ങൾക്ക് മനസ്സിലാകും. ഈ നാട്ടിലുള്ള ആളുകൾ എന്നതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് ആ മനസ്സിലാകുമ്പോൾ അവരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്വം, കടമയാണ്. അത് മുന്നോട്ട് തന്നെ പോവുക തന്നെ ചെയ്യും. തീർച്ചയായും വളരെ വ്യക്തമാണ്. സഭ എല്ലാ കാലത്തും സാധാരണക്കാരായ, പാവപ്പെട്ടവരായ, പ്രത്യേകിച്ച് കർഷകരായ ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ ഒപ്പം തന്നെ ഇടുക്കി രൂപതയും സഭയും എല്ലാ കാലത്തും നിലനിന്നിട്ടുണ്ട്. ശ്രീ ഡോക്ടർ ചാക്കോ കാളമറമ്പിൽ, ഈ മനുഷ്യർക്ക് താമസിക്കാൻ അവകാശമുള്ളതുപോലെ തന്നെ മൃഗങ്ങൾക്കും ഇവിടെ ജീവിക്കാൻ എല്ലാ അവകാശവും ഉണ്ടെന്നാണ് മൃഗസ്നേഹികൾ എപ്പോഴും അവരിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഇവിടെ ഈ മൃഗങ്ങളുടെ താമസത്തിന് ഭംഗം വരത്തക്ക വിധത്തിലുള്ള നീക്കങ്ങൾ മനുഷ്യരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടോ? ഈ മൃഗങ്ങളുടെ അവകാശത്തെ നാട്ടുകാർ ഹനിക്കുന്നുണ്ടോ ശരിക്കും പറഞ്ഞേ? അരിക്കൊമ്പനെ തളയ്ക്കാനായിട്ട് പ്രയാസമാണ് എന്ന് പറയുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വാദഗതിക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു അപകടം. അവരതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ആനയെ അങ്ങനെ പിടിച്ചു കെട്ടുക എളുപ്പമല്ല, മറിച്ച് അവിടെ താമസിക്കുന്ന ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയായിരിക്കും ഉചിതം എന്ന് പറയുന്നതിലൂടെ നമ്മുടെ വനപ്രദേശങ്ങളിലോട് അടുത്ത് താമസിക്കുന്ന ജനങ്ങളെ അവിടെ നിന്ന് കുടിയിറക്കിക്കൊണ്ട് വന്യമൃഗങ്ങൾക്ക് താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് പറയുന്ന, ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്ന ഒരു വാദഗതിയാണ് വാസ്തവത്തിൽ അവരവിടെ ഉയർത്തിയത്. അതിനെ നമ്മൾ അങ്ങേയറ്റം അപലപിക്കേണ്ടതാണ്. മൃഗങ്ങളെ സംരക്ഷിക്കുക എന്ന വ്യാജേന മനുഷ്യനെ വേട്ടയാടുകയും മനുഷ്യനെ നിഷ്കരണം കുടിയിറക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്ന ചില പരിസ്ഥിതിവാദികളുടെ, ചില ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഇത്തരത്തിലുള്ള ഗൂഢ അജണ്ടയെ ശക്തമായി നമ്മൾ എതിർക്കപ്പെടേണ്ടതുണ്ടെന്ന ആമുഖത്തോടു കൂടി തന്നെ ഞാൻ ചില കാര്യങ്ങൾ താങ്കൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായി പറയാൻ ആഗ്രഹിക്കുക. നമ്മൾ 1992 റയോ ഡിക്ലറേഷൻ ഉണ്ട്, യുനെസ്കോയുടെ റയോ ഡിക്ലറേഷൻ. ആ റയോ ഡിക്ലറേഷന്റെ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ, അതിൽ 25ലധികം പ്രിൻസിപ്പിൾസ് എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ പ്രിൻസിപ്പിൾ തന്നെ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. അത് UN-ന്റെ റയോ ഡിക്ലറേഷനിലെ, യുനെസ്കോയുടെ റയോ ഡിക്ലറേഷനിലെ ആദ്യത്തെ പ്രിൻസിപ്പിൾ. അതായത് സുസ്ഥിര വികസനത്തിന്റെ മുഖ്യ സ്ഥാനത്ത് നിർത്തേണ്ടത് മനുഷ്യനെയാണ് എന്നാണ് പറയുന്നത്. സുസ്ഥിര വികസനം എന്ന് പറയുന്ന കൺസെപ്റ്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതിന്റെ കേന്ദ്ര സ്ഥാനത്ത് പരിഗണിക്കേണ്ടത് മനുഷ്യനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി റയോ ഡിക്ലറേഷൻ നടത്തുന്നത്. അവിടെയാണ് കേരളം പോലുള്ള, ഇന്ത്യ പോലുള്ള സംസ്ഥാനത്തിൽ ഇതിനെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് മനുഷ്യാവകാശത്തെ ധ്വംസിച്ചുകൊണ്ട് മൃഗങ്ങളുടെ പേരിൽ, വന്യമൃഗങ്ങളുടെ പേരിലായാലും പേപ്പട്ടിയുടെ പേരിലായാലും മനുഷ്യനെ നിഷ്കരണം വിലയിലാക്കി അവനെ നശിപ്പിക്കാനും തകർക്കാനും കുടിയിറക്കാനും ഉപജീവനത്തിന് പോലും സാധ്യമാകാത്ത വിധത്തിലേക്ക് അവനെ വഴിയാധാരമാക്കാൻ ശ്രമിക്കുന്ന നിയമ സംവിധാനങ്ങളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന വലിയ ഒരു ദൂഷിത വലയം പ്രവർത്തിക്കും തിരിച്ചറിയണം. നമ്മൾ ഒരു അരിക്കൊമ്പൻ ഒരു ഐക്കണാണ്. കേരളത്തിൽ ആകെയുള്ള ആനകളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യയിലുള്ള ആകെയുള്ള ആനകളുടെ എണ്ണം 27,000-ആണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വകുപ്പ് അനുസരിച്ച്, വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിന്റെ ബോർഡിന്റെ വകുപ്പ് അനുസരിച്ച് അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഞാൻ പറഞ്ഞത്. അതിൽ കേരളത്തിൽ മാത്രം 7,000 ആനകളാണ്. കേരളം ഇന്ത്യയുടെ ആകെ വിസ്തൃതിയുടെ 1%. ഇന്ത്യയുടെ ആകെ വിസ്തൃതിയുടെ 100 ഏക്കറുള്ള ഇന്ത്യയാണെങ്കിൽ 1 ഏക്കറാണ് കേരളം. ആ കേരളത്തിലാണ് ഇന്ത്യയിലുള്ള ആനകളുടെ 25% വസിക്കുന്നത്. കാട്ടാനകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ നോക്കണം, ഈ ഒരു ഭീകരാവസ്ഥയെ നമ്മൾ കാണാതെ ഒരു അരിക്കൊമ്പനെ കണ്ടിട്ട് കാര്യമില്ല. നമുക്കറിയാം വയനാട്ടിലെ ടൈഗർ, കടുവയുടെ എണ്ണം അവരുടെ കണക്കനുസരിച്ച് 145ആണ്. വയനാട്ടിൽ ഒരു കടുവയ്ക്ക് ശരാശരി അവരുടെ ഈ വൈൽഡ് ലൈഫ് ബോർഡിന്റെയും അല്ലെങ്കിൽ വന്യജീവി നിയമങ്ങളും അനുസരിച്ച് ഏകദേശം 20 സ്ക്വയർ കിലോമീറ്റർ വേണം.
അങ്ങനെയാണെങ്കിൽ വയനാട്ടിൽ ഒരു 4000 സ്ക്വയർ കിലോമീറ്റർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 3000 സ്ക്വയർ കിലോമീറ്റർ എങ്കിലും ഉണ്ടെങ്കിൽ ഈ 150 കടുവകൾക്ക് വസിക്കാൻ കഴിയുള്ളൂ. അവിടെ കേവലം 300 സ്ക്വയർ കിലോമീറ്ററിൽ കൂടുതൽ വനമേ ഉള്ളൂ. അപ്പൊ ഈ കടുവകളുടെ ആക്രമണവും മനുഷ്യനെ കൊല്ലുന്ന സംഭവങ്ങളും ആവർത്തിക്കപ്പെടാൻ പോവുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ജനവാസ കേന്ദ്രങ്ങൾ വനവുമായി അതിർത്തി പങ്കിടുന്ന 1,16,750 കിലോമീറ്റർ നീളമുണ്ട് അതിർത്തിക്ക്. ജനവാസ കേന്ദ്രങ്ങളും വനവും തമ്മിൽ അതിർത്തി പങ്കിടുന്ന 16,750 കിലോമീറ്റർ നീളത്തിലാണ് കിടക്കുന്നത്. അതിൽ ഫെൻസിങ് ഉള്ളത് എത്രയാണെന്ന് അറിയാമോ? ജനവാസ കേന്ദ്രങ്ങളിലേക്ക് മൃഗങ്ങൾ കടന്നു വരാതെ താൽക്കാലികമായിട്ടെങ്കിലും ഫെൻസിങ് ഉള്ളത് കേവലം 3000 കിലോമീറ്റർ ആണ്. എന്ന് പറഞ്ഞാൽ ഈ 13,000 കിലോമീറ്റർ അല്ലെങ്കിൽ 14,000 കിലോമീറ്റർ ദൂരത്തിൽ യാതൊരു ഫെൻസിങ്ങും ഇല്ലാതെ, കിടങ്ങുകളില്ല, സോളാർ വേലികളില്ല, ട്രഞ്ചസില്ല, യാതൊന്നുമില്ലാതെ യഥേഷ്ട മൃഗങ്ങൾക്ക് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങാവുന്ന സാഹചര്യം ഒരുക്കി വെച്ചിരിക്കുകയാണ്. മറ്റൊരു കാര്യം, ഇതിന്റെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ, ആ കരിയർ കപ്പാസിറ്റി വർദ്ധിക്കുമ്പോൾ, ഒരു ഫോറസ്റ്റ് ഏരിയയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന മൃഗങ്ങളുടെ എണ്ണത്തെക്കാൾ വളരെയധികം മൃഗങ്ങളുടെ എണ്ണം എക്സസ് ആയി വർദ്ധിക്കുമ്പോൾ അവിടെ അതിനെ കള്ള് ചെയ്യാനുള്ള നിയമം വിദേശ രാജ്യങ്ങളെല്ലാം ഉണ്ട്. അതിനെ നിയന്ത്രിതമായിട്ട് വെടിവെച്ചുകൊണ്ടോ മറ്റു രീതികളിലോ അതിന്റെ എണ്ണത്തെ കണ്ടെയ്ൻ ചെയ്തുകൊണ്ട് ഒരു സ്ക്വയർ കിലോമീറ്റർ എത്ര പരിമിതിപ്പെടുത്തണമോ അതിലേക്ക് ഒതുക്കിക്കൊണ്ട് വരുന്നത് വികസിത രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളെല്ലാം ഫോളോ ചെയ്യുന്നൊരു പാറ്റേൺ ആണ്. നമുക്കിത് അഡാപ്റ്റ് ചെയ്യാൻ വിഷമമാണ്. നമ്മൾ ഇത് അഡാപ്റ്റ് ചെയ്തില്ല. പെരുകുന്നതിനനുസരിച്ച് പെരുക. കാട്ടുപന്നി ഒരു വർഷം 3 പ്രസവത്തിൽ 445 കുഞ്ഞുങ്ങളാ ശരാശരി പറയുന്നത്. ഒരു പ്രസവത്തിൽ ഒരു 15 എണ്ണം വെച്ച്. അങ്ങനെ നോക്കിയാൽ ഒരു വർഷം ഒരു കാട്ടുപന്നിയിൽ 45 കാട്ടുപന്നി ഉണ്ടാകുകയാണ്. ഈ കാട്ടുപന്നി എത്രമാത്രം പെരുകും? അത് സ്വാഭാവികമായിട്ട് എവിടെ ജീവിക്കും? അത് വനത്തിൽ നിന്ന് ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങും. വനത്തിലെ ആഴമുള്ള മണ്ണിലേക്ക് ഇറങ്ങിയിരിക്കുന്ന കിഴങ്ങുകൾ കുത്തിയെടുത്ത് തിന്നുന്നതിന് പകരം ജനവാസ കേന്ദ്രങ്ങളിലെ മണ്ണിന് മുകളിലിരിക്കുന്ന കപ്പയും അതുപോലുള്ള ഭക്ഷ്യധാന്യങ്ങളും അവര് കുത്തിയെടുക്കുക എളുപ്പമാണ്. അതുകൊണ്ട് അവരിനി അധ്വാനിക്കാനായിട്ട് വനത്തിൽ പോകില്ല. ജനവാസ കേന്ദ്രങ്ങളിലെ കപ്പ കൃഷിയിലേക്കും അതുപോലുള്ള കൃഷികളിലേക്കും കിഴങ്ങ് വർഗ്ഗങ്ങളിലേക്കും അവർ ഇറങ്ങി വരും. അതിന് മറ്റൊരു കാരണവുമുണ്ട്. നമ്മൾ നോക്കുക, കടുവയുടെ കേസ് എടുക്കുക, അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ കേസ് എടുക്കുക. വനത്തിനുള്ളിൽ കടുവയ്ക്ക് വേണ്ടുന്ന ഇരകൾ അവിടെ കിട്ടണം, ലഭ്യമാകണം. അത് മാനായിരിക്കാം, അതുപോലെ മൃഗങ്ങളായിരിക്കാം. പക്ഷെ മാനിന് വനത്തിൽ എവിടെയാണ് തീറ്റ ലഭ്യമാകുക? കേരളത്തിലെ വനത്തിനുള്ളിൽ 1,60,000 ഹെക്ടർ പ്ലാന്റേഷൻസ് ആണ്. അതിൽ 90,000-ഓളം ഹെക്ടർ ഭൂമി തേക്കാണ്, തേക്ക് പ്ലാന്റേഷനാണ്. അപ്പോ തേക്കും യൂക്കാലിപ്സും അക്കേഷ്യയും വെച്ച് പിടിപ്പിച്ചിട്ട് ഒരു പുല്ല് പോലും വളരാത്ത സാഹചര്യങ്ങളാണ്. ഇപ്പൊ സെന്ന എന്ന് പറയുന്ന മരത്തിന്റെ കാര്യം നമുക്കറിയാം. ഇവിടെ കൊണ്ട് ഫോറസ്റ്റുകാരെ വെച്ച് പിടിപ്പിച്ചിട്ട് അതിന്റെ അടി പുല്ല് പോലും ഉണ്ടാകാതെ സെന്ന വ്യാപിച്ചിട്ട് അവിടെ മൃഗങ്ങൾക്കുള്ള സാധാരണ മാനിനോ അതുപോലുള്ള ഇരകൾക്കോ ഭക്ഷിക്കാൻ കഴിയാത്ത സ്വാഭാവികമായിട്ട് മൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങൾക്ക് ഇറങ്ങിയാണ്. ആരാണ് ഉത്തരവാദി? അപ്പൊ 1,60,000 സെന്റിലാണ് ഫോറസ്റ്റിന്റെ കൈവശം, അല്ലെങ്കിൽ ഫോറസ്റ്റുകാരന്റെ കൈവശം. ഫോറസ്റ്റിൽ സ്വാഭാവിക വനമല്ലേ വേണ്ടത്? അവിടെ എന്തിനാണ് പ്ലാന്റേഷൻസ് ഫോറസ്റ്റിന്? അപ്പൊ ആരും അതിനെ ചോദ്യം ചെയ്യുന്നില്ല. ഇതൊക്കെ വെട്ടിമാറ്റിയിട്ട് നാച്ചുറൽ ഫോറസ്റ്റ് വെച്ച് പിടിപ്പിച്ച് ആ ഫോറസ്റ്റില് ഒരു ഹെലികോപ്റ്ററിൽ എങ്കിലും കൊണ്ടുപോയിട്ട് കുറച്ച് ചക്കക്കുരു കാട്ടുമാങ്ങിയും അതുപോലെ തന്നെ അതിനകത്ത് ഈ പറയുന്ന പ്ലാവും ഒക്കെ ഉണ്ടായ മോശമായതെങ്കിലും അവിടെ കിട്ടും. അതൊന്നുമില്ല. ഇത് ഫോറസ്റ്റിനകത്ത് പ്ലാന്റേഷൻ വെച്ച് പിടിപ്പിക്കുക, എന്നിട്ട് സാധാരണക്കാരനെ കുറ്റം പറയുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം കൂടത്തക്ക വിധത്തിലുള്ള എല്ലാ നിയമങ്ങളെയും കേരളത്തിൽ ഉണ്ടാക്കി വെച്ചിട്ട് ചില സ്യൂഡോ എൻവയോൺമെന്റലിസ്റ്റുകളും ചില ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരും ഒന്നുചേർന്ന് എല്ലാ ലൂപ്പ് ഹോൾസും ഉപയോഗപ്പെടുത്തി നിയമത്തിന്റെ മുമ്പിൽ തെളിവുകൾ അവതരിപ്പിച്ച് സാധാരണക്കാരായ ജനങ്ങളെ അവരുടെ കിടപ്പാടങ്ങൾ നെറുക്കിയിടത്തിൽ കോടതി ഉത്തരവുകൾ ഉണ്ടാക്കിയാണ്. കോടതിക്ക് എന്ത് ചെയ്യാൻ കഴിയും? കോടതി ഒരു ഉത്തരവ് പ്രഖ്യാപിക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. സാധാരണ കർഷകർ എന്ത് തെളിവ്? എൻവയോൺമെന്റലിസ്റ്റുകളാണ്. അവിടെ ചെയ്യുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ്. വിദേശത്ത് നിന്നും വലിയ തോതിൽ ലഭിക്കുന്ന പണത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിന് ധനാപന മാർഗത്തിന് വേണ്ടി അവർ സാധാരണക്കാരെ അവിടെ നിന്ന് ആട്ടിപ്പായിച്ച് ഫോറസ്റ്റിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ച് കേരളത്തിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം കൂട്ടി അവർക്ക് ഇവിടെ ഒരു വലിയ ലാവണമായി നോക്കുകുത്തിയായി നിൽക്കാനേ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്ക് പോലും കഴിയുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം ജനദ്രോഹപരമായിട്ടുള്ള എന്ത് കാര്യമാണ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുക? വാസ്തവത്തിൽ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും മറ്റും
ഇതുപോലെയുള്ള നിലപാടുകൾ എടുക്കുന്നതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് ഈ നമ്മുടെ ജനങ്ങളോട് തുറന്നു പറയുവാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ടല്ലോ. തീർച്ചയായിട്ടും സാർ അത് ഒരിക്കൽ കൂടെ അതൊന്ന് ആവർത്തിക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ജനദ്രോഹപരമായ നിലപാടുകൾ നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് നിശ്ചയമായിട്ടും അങ്ങ് ഒരിക്കൽ കൂടെ അത് ആവർത്തിച്ച് അത് പറയേണ്ടിയിരിക്കും. എനിക്ക് തോന്നുന്നത് വിദേശത്തു നിന്നും യുനെസ്കോ അടക്കമുള്ള വിദേശ സംഘടനകളിൽ നിന്ന് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പേരിൽ അതിന്റെ മറവിൽ എല്ലാ രാജ്യങ്ങൾക്കും വന്യമൃഗ സംരക്ഷണത്തിന്റെ പേരിലൊക്കെ ഫണ്ടുകൾ ലഭ്യമാകാറുണ്ട്. ആ ലഭ്യമാകുന്ന ഫണ്ടുകൾ പരിസ്ഥിതി സംരക്ഷിക്കുവാനോ വന്യമൃഗങ്ങളെ സംരക്ഷിക്കുവാനോ അവരുടെ പ്രജനനത്തെ നിയന്ത്രിച്ചു നിർത്തത്തക്ക വിധത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താനോ ഉപയോഗിക്കുന്നതിന് പകരം വനവിസ്തൃതി വർദ്ധിപ്പിക്കുവാനും സാധാരണക്കാരനെ അവന്റെ കൃഷിയിടങ്ങളിൽ നിന്ന് മാറ്റി അത് വനഭൂമിയാക്കി വനവിസ്തൃതി വർദ്ധിപ്പിച്ചുകൊണ്ട് ആ വനവിസ്തൃതിക്ക് അനുസരിച്ചുള്ള ഉദ്യോഗസ്ഥ വൃന്ദത്തെ ഇവിടെ പോസ്റ്റ് ചെയ്ത് കേരളത്തിൽ വന ഉദ്യോഗസ്ഥ രാജ് സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു നിഗൂഢ ലക്ഷ്യം ഇതിന്റെ പിന്നിലുണ്ട്. ഈ ലഭിക്കുന്ന പണമൊക്കെ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ തന്നെ പലപ്പോഴും പങ്കുവെക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് വളരെ സംശയാസ്പദമായ സാഹചര്യം പലരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള യാഥാർത്ഥ്യമാണ്. കാരണം ഞാൻ ഉദാഹരണം പറയാം. വനത്തിനകത്ത് എല്ലാ വർഷവും വൃക്ഷത്തൈ നടാറുണ്ടല്ലോ, വൃക്ഷത്തൈ നടുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ. ആ വൃക്ഷത്തൈ പലപ്പോഴും ഒരു കാട്ടുതീയിൽ കെട്ടെറിഞ്ഞു പോവുകയാണ്. എങ്ങനെയാണ് കാട്ടുതീ പടരുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം, കണ്ടുപിടിക്കണം, അന്വേഷിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഒരു ഫയർ ബെൽറ്റ് വനാതിർത്തിയിൽ ഇല്ല. അങ്ങനെ വനാതിർത്തിയിൽ ഫയർ ബെൽറ്റ് ഇല്ലാതെ വരുന്നത് കൊണ്ട് ഇവിടെ കാട്ടുതീ പിടിപ്പിക്കാൻ എളുപ്പമാണ്. നമ്മൾ കർണാടകയിലേക്ക് കിടക്കുക, അല്ലെങ്കിൽ നമ്മൾ വെസ്റ്റ് ബംഗാളിലേക്ക് കിടക്കുക, മറ്റു രാജ്യങ്ങളിലേക്ക് കിടക്കുക, അവിടെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കിടക്കുക, അവിടെയൊക്കെ ഇതിനു വേണ്ടി കൃത്യമായ ഫയർ ബെൽറ്റ് ഉണ്ട്. ഇവിടെ ഫയർ ബെൽറ്റ് നാമമാത്രമാണ്. എന്നിട്ട് കാട്ടുതീ പടരുകയും കാട്ടുതീയിൽ ഈ വൃക്ഷത്തൈകളെല്ലാം നശിച്ചു പോവുകയും വീണ്ടും അടുത്ത വർഷം ലക്ഷങ്ങളുടെ വൃക്ഷത്തൈകൾ നട്ടുപിടിക്കുകയും ചെയ്യുന്ന ഒരു വലിയ നിഗൂഢ ലക്ഷ്യം ഇതിന്റെ പിന്നിലൊക്കെ പലപ്പോഴും കാണുന്നുണ്ട്. വന ഉദ്യോഗസ്ഥർ തന്നെ സാക്ഷ്യപ്പെടുത്തിയ യാഥാർത്ഥ്യമാണിത്. നിഷ്കളങ്കരായിട്ടുള്ള നിസ്വാർത്ഥമായ ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യങ്ങളാണിത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, എല്ലാറ്റിന്റെയും പിന്നിൽ മനുഷ്യന്റെ സ്വാർത്ഥതയും സമ്പത്തിനോടുള്ള ആർത്തിയുമായി മാറുകയാണ് ഈ മൃഗങ്ങളോടുള്ള സ്നേഹത്തെക്കാൾ അപ്പുറത്ത്. കേരളത്തിൽ എത്രയോ സ്യൂഡോ എൻവയോൺമെന്റലിസ്റ്റുകളുണ്ട്, എത്രയോ ഈ വന്യജീവി സ്നേഹികളുണ്ട്. പേപ്പട്ടിയെ കൊല്ലാൻ പാടില്ലല്ലോ. എന്താ കാരണം? പേപ്പട്ടിയെ പോലും കൊല്ലാൻ പാടില്ലല്ലോ. പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ അത് ലോകത്തിൽ വലിയൊരു ശൃംഖല സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇത്തരം ഫാർമസ്യൂട്ടിക്കൽ മാഫിയകള് വാസ്തവത്തില് പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിന്റെ പ്രചരണത്തിനും അതിന്റെ വിപണനത്തിനും വേണ്ടിയിട്ട് പേപ്പട്ടിയെ കൊല്ലുന്നത് നിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോത്സാഹിപ്പിക്കുകയാണ്. നമുക്ക് ആർക്കും നിഷേധിക്കാൻ കഴിയും ഇതിനെയൊക്കെ. നമ്മുടെ നാട്ടിലുള്ള ഒത്തിരി പട്ടിപ്രേമികൾക്കൊക്കെ ഇതിൽ പങ്കുണ്ടെന്നാണ് അങ്ങ് പറഞ്ഞു വരുന്നത് അല്ലേ? എന്താണ് സംശയം ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞതല്ല, ഒരു കലക്ടർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഈ വീഡിയോ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഈ വാക്സിൻ മാഫിയയാണ് ഈ പേപ്പട്ടിയെ കൊല്ലുന്നത് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നും തള്ളിക്കളയാവുന്നതല്ല. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ മൃഗങ്ങളെ ഇതുപോലെ തന്നെ കള്ളിങ് നടത്താൻ അല്ലെങ്കിൽ സെലക്റ്റീവ് ഹണ്ടിങ് നടത്താൻ സമ്മതിക്കുന്നില്ല, വെർമിനായിട്ട് ഡിക്ലെയർ ചെയ്യുന്നില്ല. ഒരു ജീവി മനുഷ്യന് ഉപദ്രവകരമാവുമ്പോൾ അതിനെ വെർമിനായിട്ട് പ്രഖ്യാപിക്കാൻ അതിനെ ഷെഡ്യൂൾ 4 പെടുത്തിക്കൊണ്ട് വെടിവെച്ച് കൊല്ലാനൊക്കെ സാധിക്കുന്നതാണ്. ആ തരത്തിൽ ബീഹാറിൽ നീൽഗൈ എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം കേഴമാനിനെ വെടിവെച്ച് കൊല്ലാൻ സാഹചര്യം ഉണ്ടായി കർഷകർ കൃഷി നശിച്ചപ്പോൾ. ഹിമാചൽ പ്രദേശിൽ അതുപോലെ തന്നെ കുരങ്ങിനെയും കാട്ടുപന്നിയെയും വെടിവെക്കാൻ നിയമങ്ങൾ വളരെ ശക്തമായിട്ടുണ്ടായി. ഈവൻ വെസ്റ്റ് ബംഗാളിൽ ആനയെ വെടിവെച്ച സംഭവങ്ങളുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇത് സാധ്യമാകുമ്പോൾ എന്തുകൊണ്ടാണ് കേരളം പോലുള്ള ചെറിയ സംസ്ഥാനം, ഇത്രയും ജനസാധ്യതയുള്ള സംസ്ഥാനത്ത് ഈ വന്യജീവി പരിപ്പത്തെ നിയന്ത്രിക്കുന്നതിന് ഉദ്യോഗസ്ഥ വൃന്ദവും രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളും തൽപരരാകാത്തത് എന്നുള്ള ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. തീർച്ചയായിട്ടും ചില വിദേശ രാജ്യങ്ങളിലെല്ലാം ഇങ്ങനെ തന്നെയാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെയും ഇങ്ങനെ തന്നെയാണ്. ഉദാഹരണത്തിന് ഓസ്ട്രേലിയയുടെ അവരുടെ ദേശീയ മൃഗമാണ് കങ്കാരു. എന്നാൽ ഈ കങ്കാരുക്കള് വനത്തിൽ നിറഞ്ഞു പെരുകി അത് റോഡിലേക്ക് ഇറങ്ങിയാൽ വാഹന യാത്രക്കാർക്ക് അത് അപകടം സൃഷ്ടിക്കുന്നുവെന്ന് കണ്ടാൽ ആ കങ്കാരുക്കളെ പോലും കൊന്നുകളയാനുള്ള ഉത്തരവ് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ ജനങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്. അവരുടെ ദേശീയ മൃഗമാണെന്ന്. നമ്മുടെ നാട്ടിലുമുണ്ട് വിദേശത്തുമുണ്ട്. കാട്ടുപന്നിയെ വെടിവെച്ചിട്ട് കാട്ടുപന്നിയുടെ ഇറച്ചി വിദേശത്തിലെ സൂപ്പർ മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ്.
നമ്മുടെ ഇവിടെ ഗാഡ്ഗിൽ എന്ന് പറയുന്ന പരിസ്ഥിതിസ്നേഹിയായ ശാസ്ത്രജ്ഞൻ പറയുന്നത് ഇവിടെ പോഷകാംശമില്ലാതെ മരിക്കുന്ന ജനങ്ങളുള്ളപ്പോ കാട്ടുപന്നി ഇറച്ചി മണ്ണെണ്ണ ഒഴിച്ചും പെട്രോൾ ഒഴിച്ചും കത്തിച്ച് തീ കൊടുക്കുന്നത് രാജ്യദ്രോഹമാണെന്നാണ്. എന്താണ് നമ്മുടെ രാജ്യം നടക്കുന്നത് നമ്മൾ ചിന്തിക്കണം ഇത്തരം കാര്യങ്ങൾ. എന്ത് യുക്തിയാണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ളതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ഇത്തരത്തിലുള്ള ഈ ലോബിങ്ങുകൾ, ഇത്തരത്തിലുള്ള കപട പരിസ്ഥിതി സ്നേഹങ്ങള്, ഇത്തരത്തിലുള്ള കപട മൃഗസ്നേഹങ്ങള്, ഇതിനെയൊക്കെ പുറത്തു കൊണ്ടുവരാൻ തക്ക വിധത്തിൽ ശക്തമായ ജനമുന്നേറ്റം ഈ നാട്ടിലുണ്ടാകുകയും ഇതിനെയൊക്കെ സാധാരണക്കാരന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ഇതിനെയൊക്കെ തിരുത്താൻ തയ്യാറാകുന്ന ഭരണാധികാരികളെ മാത്രം ജനങ്ങൾക്ക് മതി എന്ന് ജനങ്ങൾ തീരുമാനിക്കുകയും ചെയ്യണം. പഞ്ചായത്ത് തലം മുതലുള്ള ഇലക്ഷനുകളിൽ കൃത്യമായി നമ്മൾ അത്തരത്തിൽ നിലപാടെടുക്കുവാനായിട്ട് തയ്യാറാവണം. ഞങ്ങളെ മൃഗത്തിൽ എന്തുകൊണ്ട് പഞ്ചായത്തിനെ ഏൽപ്പിക്കുന്നില്ല? പഞ്ചായത്തുകളുടെ അതിർത്തി കിടക്കുന്ന വനത്തിൽ നിന്ന് ഈ ജനങ്ങളെ വനത്തിലെ വന്യജീവികളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുവാൻ പഞ്ചായത്തുകളെ ഏൽപ്പിക്കാമല്ലോ. പഞ്ചായത്തുകളുടെ പ്രത്യേകമായ ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായ കിടങ്ങൾ തീർക്കാമല്ലോ. അതെങ്കിൽ പഞ്ചായത്തിന് പ്രത്യേകമായിട്ടുള്ള സെക്യൂരിറ്റി ഏർപ്പാടാക്കിക്കൊണ്ട് 2 കിലോമീറ്റർ വെച്ചുകൊണ്ട് അതിന് വാച്ച്മാൻ വാർഡനെ വെച്ചുകൊണ്ട് ഒബ്സർവ് ചെയ്യാമല്ലോ. ഇത്തരം പഞ്ചായത്തുകളെ സഹകരിപ്പിച്ചുകൊണ്ട് ചെയ്യാതെ എല്ലാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്കും ഈ പറഞ്ഞ ഉന്നതതല ഉദ്യോഗസ്ഥരിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് കൊണ്ട് നമ്മൾ നേരിടുന്ന ഈ പ്രതിസന്ധിക്ക് ഒരിക്കലും പരിഹാരമാകുന്നില്ല. അപ്പൊ അവിടെ നമ്മൾ ജനങ്ങൾ ഉണർന്ന് ചിന്തിക്കുകയും ഉയർന്ന് പറക്കാനുള്ള തന്റെ ഇടത്തോടെ മനസ്സിലാക്കി കാര്യങ്ങളെ മുഖവിലക്കെടുത്തുകൊണ്ട് രാഷ്ട്രീയ സംവിധാനങ്ങളോട് ആർജവത്തോടെ സംസാരിക്കാൻ ജനമുന്നേറ്റം ഉണ്ടാകണം ഈ നാട്ടിൽ. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെതിരെ പ്രതികരിക്കാൻ കഴിയുന്നുള്ളൂ. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ, അങ്ങൊരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണല്ലോ. നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഈ മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വലിയ ആഘോഷമാക്കാറുണ്ടല്ലോ. കുറച്ചാൾ മുമ്പ് ഒരാന ഗർഭിണിയായി, ആ ഗർഭിണിയായ ആന ചത്തു കഴിഞ്ഞപ്പോൾ അതൊരു വലിയ സങ്കടകരമായ ഒരു വലിയ വാർത്തയായിട്ടാണ് മാധ്യമങ്ങൾ ഇതിനെ ഇവിടെ ചിത്രീകരിച്ചത്. പലപ്പോഴും മനുഷ്യർക്ക് ഈ പരിഗണനയൊന്നും ലഭിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എത്രമാത്രം ലഭിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. ഈ പറഞ്ഞ ചാക്കോ സാറൊക്കെ ഇപ്പൊ ഈ ആരോപിച്ചതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ഈ മാധ്യമ പ്രവർത്തകർക്കും ഇതിന്റെയൊക്കെ പങ്ക് പറ്റുന്നുണ്ടോ ശരിക്കും? ചാക്കോ സാർ പറഞ്ഞത് വളരെ കൃത്യമായ ഒരു കാര്യം. ഞാൻ പറഞ്ഞ ആദ്യം ഭരണകൂടങ്ങളിൽ തൊട്ട് അത് അധികമാവുമെന്ന് എനിക്കറിയില്ല. സാധാരണക്കാർ സംശയിക്കുന്നു കോടതികളിൽ പോലും ഇത്തരം സ്വാധീനങ്ങളുണ്ട് എന്ന് സാധാരണക്കാർ സംശയിക്കും. മാധ്യമങ്ങളുടെ കാര്യം പറഞ്ഞാല് മറ്റു മാധ്യമങ്ങളെ കുറ്റം പറയുന്നതാണ്. ഇവിടെ ഒരു ജനകീയ പ്രക്ഷോഭം നടക്കും. ആ പ്രക്ഷോഭങ്ങൾക്ക് കൊടുക്കേണ്ടുന്ന വാർത്താ പ്രാധാന്യത്തെക്കാൾ അധികമായി കുയിലിന്റെ നാടകവും ഒക്കെ വാർത്തയാക്കുന്നതിന്റെ പിന്നിലെ അജണ്ടകൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ചാക്കോ സാർ ഏറ്റവും അവസാനം പറഞ്ഞൊരു ജനകീയ പ്രക്ഷോഭത്തിന്റെ കാര്യം. എനിക്കിപ്പോ അവിടുത്തെ ജനങ്ങളുടെ ആശങ്ക കേട്ടപ്പോ മനസ്സിലായത്, ജനകീയ പ്രക്ഷോഭം ഉണ്ടായ ആ ജനകീയ പ്രക്ഷോഭങ്ങളെ പരിഗണിച്ച് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതാര്? ഭരണകൂടങ്ങൾ അത്തരം കാര്യങ്ങളിൽ നിസ്സംഗത പുലർത്തുന്നുവെങ്കിൽ കോടതികളല്ലേ ഇടപെടേണ്ടത്? ഭരണകൂടങ്ങളും കോടതികളും വരെ ജനപക്ഷത്തല്ലാതെ നിൽക്കുമ്പോൾ ജനം ആശങ്കയിലാണ്. അതാണ് ഞാൻ അതിനെ സൂചിപ്പിച്ചത്. മാധ്യമങ്ങൾക്കും പച്ചയ്ക്ക് പറയാം, മാധ്യമങ്ങൾക്കും അജണ്ടയുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരേ ദിവസം തന്നെ 2 വാർത്ത ചെയ്തു. കുങ്കിയാനയെ കൊണ്ടുവന്ന് അവിടെ ഇറക്കി, പിറ്റേ ദിവസം ഈ കോടതി ഉത്തരവ് വന്നാൽ ആനയെ പിടിക്കും എന്ന പ്രതീക്ഷയിൽ നിൽക്കുന്ന ജനങ്ങളുടെ വാർത്ത. അവിടെ ചെന്നപ്പോൾ OV ബാലടക്കം നിർത്തി എല്ലാ ചാനലുകളുടെയും പ്രവർത്തകരോട് ഉണ്ടായി. ആനയെ ഇറക്കുന്നതിന്റെ ദൃശ്യം, വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചിട്ട് നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ആ ദൃശ്യങ്ങളൊക്കെ എടുക്കുന്നു. അന്ന് തന്നെ ആയിരക്കണക്കിന് ജനങ്ങൾ അടിമാലി ഒരു പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. എത്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു? അത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു മാധ്യമങ്ങളും ഇല്ല ഇവിടെ. അതാ പറഞ്ഞത്. ആയിരക്കണക്കിന് ജനങ്ങൾ, പെൺകുട്ടികൾ, സ്ത്രീകൾ, കുട്ടികൾ, സന്യാസിനികൾ, പുരോഹിതർ അടക്കം
ആയിരക്കണക്കിന് പേർ. ഞാനവിടെ പോയി മുഴുവൻ സമയം ആ പ്രകടനത്തിന് കൂടെ നിന്നയാള്. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ വന്ന ജനങ്ങളുമായി ആശയ സംവേദനം നടത്തിയാണ്. ഒരൊറ്റ മാധ്യമം ആ വാർത്ത ചെയ്തു. പിറ്റേ ദിവസം പത്രത്തിന്റെ പ്രാദേശിക പേജിൽ 3 കോളത്തിൽ അടിമാലിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി എന്നൊരു വാർത്ത. ഇത് തിരിച്ചറിയണം. ഇത് ജനങ്ങളുടെ സ്വരമാകാൻ, ജനങ്ങളുടെ പക്ഷം നിൽക്കുവാൻ, നീതിയുടെ പക്ഷം നിൽക്കുവാൻ മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല. മാധ്യമങ്ങളുടെ വായ മൂടപ്പെട്ടിരിക്കുന്നു. മാധ്യമങ്ങൾ, ഞാൻ ആദ്യമേ പറഞ്ഞ ഈ കടലാസ് പരിസ്ഥിതി സംഘടനകളെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും ഭരണാധികാരികളെയും ജനങ്ങൾ ആരോപിക്കുന്നത് പോലെ കോടതികളെയും ഒക്കെ വിലക്കെടുക്കുന്നു എന്ന് പറയുന്നത് പോലെ മാധ്യമങ്ങളെയും വിലക്കെടുത്തിട്ടുണ്ട് എന്നതിൽ ഒരു സംശയവുമില്ല. ഒരു സംശയവുമില്ല. കാരണം ജനകീയ പ്രക്ഷോഭങ്ങൾ അധികാരികളിലേക്ക് എത്തുന്നതെന്ന് എങ്ങനെയാ? ഇന്ന് തന്നെ ബിനോയ് സാറേ, മൂന്നാറ്റിൽ വിവിധ സ്ഥലങ്ങളിൽ ചെറുതും വലുതുമായി ജനങ്ങൾ തെരുവില. നാഷണൽ ഹൈവേ തെരുവില. സിംഗകണ്ണ കോളനിയിലെ ഇരുമ്പ് പാലത്ത് കുങ്കിയാനിയെ കയറ്റിക്കൊണ്ടു പോകാതിരിക്കാൻ തെരുവില. ജിൻസച്ചൻ പറഞ്ഞതുപോലെ അവരുടെ വീട്ടിലെ കഞ്ഞിക്കലം കൊണ്ടുവന്ന് പാലത്തിൽ വെച്ച് വിറക് കൂട്ടി അവിടെ ഭക്ഷണം ഉണ്ടാക്കി അവിടെ ഇരിക്കുക. എത്ര മാധ്യമങ്ങളിൽ നാളെ വാർത്ത വരും? ഈ ആനയെ നാളെ കോളറ പിടിപ്പിച്ചാൽ ആന കാട്ടിലോട്ട് കയറി പോകുന്നത്, ആന കിടന്നുറങ്ങുന്നത്, ആന നീരാടുന്നതൊക്കെ വലിയ വാർത്തകൾ. ഞാൻ മുമ്പേ ആദ്യമേ പറഞ്ഞല്ലോ, തെറ്റായ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നതിന് ഒരു വലിയ പങ്ക് മാധ്യമങ്ങൾക്കുണ്ട്. സോഷ്യൽ മീഡിയയിലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ നോക്കിക്കോ, മാധ്യമങ്ങളുടെ പേരിൽ വരുന്നതിൽ പലതും ഈ ഹൈറേഞ്ചിലെ ജനം വായിച്ചു നോക്കിയിട്ട് മാധ്യമങ്ങളെയൊക്കെ പുച്ഛിക്കുക. ആരെഴുതി കൊടുക്കുന്ന റിപ്പോർട്ടുകളെ ഇവിടുത്തെ ജനങ്ങളെ ഒന്നും ഒന്ന് കാണണ്ടേ? ചിന്നക്കനാലിൽ ചെല്ലുമ്പം അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ, അവിടുത്തെ പഞ്ചായത്ത് മെമ്പറെ, അവിടുത്തെ പള്ളിയിലച്ഛനെ, അവിടുത്തെ അമ്പലത്തിലെ പൂജാരിയെ, അവിടുത്തെ സ്കൂൾ അധ്യാപകനെ, അവിടുത്തെ ഒരു കൃഷിക്കാരനെ ഒക്കെ ഇത് കാണണ്ടേ? അവര് പറയുന്നതല്ലേ ആ നാടിന്റെ വികാരം. അത് മനസ്സിലാക്കാതെ ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, ഇവിടുത്തെ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാതെ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ കുറെ നാളായി, കസ്തൂരിരംഗന്റെ കാലഘട്ടം തൊട്ട് ഇവിടുത്തെ ജനം അത് മനസ്സിലാക്കിയതാണ്. കുറെ നാളുകളായി ഏതെങ്കിലും ഒരു കൊടിയുടെ നിറം പിടിച്ചുകൊണ്ട് കർഷകരെ അടിമകളാക്കി കർഷകരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നു. ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമോ? ഞാൻ ഭയപ്പെടുന്നു. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ അവിടുത്തെ ജനങ്ങളുടെ വികാരം കണ്ടുകൊണ്ട് വളരെ ഉത്തരവാദിത്വപൂർവ്വം പറയുന്നു, ഞാൻ ഭയപ്പെടുന്നു. ഒന്ന്, ജനങ്ങളിൽ ഭരണകൂടങ്ങൾക്കെതിരെ മാത്രമല്ല കോടതികൾക്കെതിരെ ഉണ്ടാകുന്ന വികാരങ്ങൾ അവരിൽ ഒരു തീവ്രവാദ സ്വഭാവം വളർത്തും. നമുക്ക് നീതി തരേണ്ട ഗവൺമെന്റ്, നമുക്ക് നീതി തരേണ്ട കോടതികൾ നീതി തരുന്നില്ല എങ്കിൽ നക്സലിസം പോലെയുള്ള വികാരങ്ങൾ സ്വാഭാവികമായും ജനങ്ങളിൽ വളരാൻ സാധ്യത. അത് നമ്മുടെ രാജ്യത്തിനുണ്ട്. 2, ഈ ഹൈറേഞ്ചിലെ ഫലഭൂയിഷ്ടമായ മണ്ണും നാണ്യവിളകളും ഇവിടുത്തെ ജനസമൃദ്ധിയും കൊതിക്കുന്ന ഒരു സംസ്ഥാനം തൊട്ടടുത്തുണ്ട്. നമുക്കറിയാമല്ലോ, ഇവിടുത്തെ വെള്ളം മാത്രം മതി ആ രാജ്യം പറുദീസയാകാൻ. അവർ കൊതിക്കുന്ന മണ്ണായി ഇവിടെ. ഇവിടെ ഇന്ന് സാധാരണക്കാരന്റെ ഉള്ളിൽ ഒരു വികാരം മുളപൊട്ടി അത് വളർന്നു തുടങ്ങിയിരിക്കുന്നു. ഈ ഞങ്ങളുടെ ഭൂപ്രദേശം ആ സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്നത് നമുക്ക് നല്ലതാണോ? ഞാൻ ഭയപ്പെടുന്നു. ഈ 2 വികാരങ്ങളും ഇവിടുത്തെ സാധാരണക്കാരിൽ വളർന്നു വരുന്നുണ്ട്. അത് അപകടകരമാണ്. നമ്മുടെ സംസ്ഥാനത്തിന് നല്ലതല്ല. അതുകൊണ്ട് ഇവിടെയുള്ള ഭരണാധികാരികൾ കൃത്യമായ പഠനത്തോടെ ജനപക്ഷത്ത് നിൽക്കാൻ, അത് ഭരിക്കുന്നവരാകട്ടെ പ്രതിപക്ഷത്തിരിക്കുന്നവരാകട്ടെ, അവർക്കൊരു ധർമ്മമുണ്ടല്ലോ. ജനങ്ങളോടല്ലേ ധർമ്മം നിറവേറ്റേണ്ടത്. ആ ധർമ്മം അവർ നിറവേറ്റിയില്ലെങ്കിൽ വളരെ വലിയ വിപത്ത് ഇവിടെ നിന്നുണ്ടാകും. ജനകീയ പ്രതിഷേധ സമരങ്ങളെ പരിഗണിക്കേണ്ടവർ പരിഗണിക്കാതിരുന്നാൽ അത് വലിയ വിപത്തിലേക്ക് രാജ്യത്തെ നയിക്കും. കാരണം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ഇത്രയും നാൾ കാട്ടുപന്നിയെ പേടിച്ചാൽ മതിയായിരുന്നു, കാട്ടാനയെ പേടിച്ചാൽ മതിയായിരുന്നു,
അതിനെ പ്രതിരോധിച്ചാൽ മതിയായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ജനം ഇന്ന് സിംഗകണ്ഠത്ത് സമരം ചെയ്യുമ്പോൾ അവര് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയെ ഭയക്കണം, നമ്മുടെ മന്ത്രിമാരെ ഭയക്കണം, നമ്മുടെ കോടതികളെ ഭയക്കണം, ഉദ്യോഗസ്ഥരെ ഭയക്കണം എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. ഇത് വലിയ വിപത്തുണ്ടോ? എനിക്കൊന്നേ പറയാനുള്ളൂ, ഇവിടുത്തെ ജനങ്ങളുടെ യഥാർത്ഥ അവസ്ഥ ഭരണകൂടങ്ങൾ, കോടതികൾ മനസ്സിലാക്കണം. കോടതികൾ മുന്നിൽ കിട്ടുന്ന നിയമം മാത്രം നോക്കിയാൽ പോരാ. എത്രയോ ജനകീയ വികാരങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് കോടതികളിൽ വിധികളും കമന്റുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാൻ കോടതികൾക്ക് കഴിയുന്നില്ല? ഈ ജനതയുടെ വികാരം ഇതൊരു സാമാന്യ ബോധമല്ലേ? അച്ഛനെ കണ്ടു പറഞ്ഞതിന് മുമ്പ് സാമാന്യ ബോധമല്ലേ? ഇവിടെ ജീവിക്കാൻ മനുഷ്യനാണോ മൃഗത്തിനാണോ ആദ്യ പരിഗണന? മൃഗങ്ങളുടെ ഒരു അവകാശവും നിഷേധിക്കണ്ട, മൃഗങ്ങൾ ജീവിക്കണം. പക്ഷെ മൃഗങ്ങൾ മാത്രം ജീവിച്ചാൽ മതിയോ? മനുഷ്യൻ ജീവിക്കണ്ടേ? അവന്റെ പരിഗണനയെ കുറിച്ച് എന്തുകൊണ്ട് ഭരണകൂടങ്ങളും കോടതികളും ചിന്തിക്കുന്നില്ല? വലിയ ചോദ്യമായി ഇനി വരാൻ പോകുന്നത്. തീർച്ചയായും വളരെ വലിയ ഇടുക്കിയിലെ ജനങ്ങളെ തീവ്രവാദത്തിലേക്ക്, സംസ്ഥാന വിരുദ്ധ നിലപാടുകളിലേക്ക് ഇടുക്കിയിലെ ജനങ്ങളെ വളരാൻ അനുവദിക്കരുത്. അവരെ സംരക്ഷിക്കുവാൻ ഭരണകൂടങ്ങളും കോടതിയും തയ്യാറാകണം. വളരെ വലിയ രണ്ട് ആശങ്കകളാണ് അങ്ങ് ഉന്നയിച്ചത്. ഒന്ന്, ജനങ്ങൾ അക്രമാസക്തരായി തീരുമോ, അവർ നിയമം കയ്യിലെടുക്കുമോ എന്നുള്ള ഒരു ആശങ്ക. രണ്ടാമത്തെ കാര്യം, തൊട്ടയൽവക്കത്ത് കിടക്കുന്ന സംസ്ഥാനത്തായിരുന്നു ഈ നമ്മുടെ ജില്ലയെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. കുറെ കൂടെ മെച്ചപ്പെട്ട ഒരു നിലവാരത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുമായിരുന്നു. അവിടെയുള്ള ഭരണാധികാരികൾക്ക് ജനങ്ങളോട് കുറച്ചുകൂടെ ഉത്തരവാദിത്വമുണ്ട്, ജനങ്ങളുടെ ജീവനും സ്വത്തിനും അവർ വില കൽപ്പിക്കുന്നവരാണ് എന്ന് ചിന്തിച്ചു തുടങ്ങുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട്. അത് നമ്മുടെ ഈ കേരള സംസ്ഥാനത്തിന് ഗുണകരമല്ല എന്ന് അങ്ങയുടെ ആ ആശങ്ക, അത് തീർച്ചയായിട്ടും അതിന് വളരെ അടിസ്ഥാനമുള്ളതാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഭരണാധികാരികൾ ഈ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വയ്ക്കേണ്ടതാണ്. ഫാദർ ജെയിംസ് കാരക്കാട്ട്, വാസ്തവത്തിൽ ഈ പ്രശ്നത്തിന് എന്താണൊരു പരിഹാരം? ഈ മൃഗസ്നേഹികളും കോടതിയും ഒക്കെ പറഞ്ഞതുപോലെ ഈ ആനയുടെ ചെവിയേൽ റേഡിയോ കോളർ പിടിപ്പിച്ച് അതിനെ വീണ്ടും കാട്ടിലേക്ക് തന്നെ അങ്ങ് പറഞ്ഞു വിട്ടാൽ അതുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമോ? വാസ്തവത്തിൽ ഒരു യഥാർത്ഥ പരിഹാരം എന്താണ് അങ്ങേക്ക് നിർദ്ദേശിക്കാനുള്ളത്? ഇവിടുത്തെ പരിഹാരം എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇവിടെ മനുഷ്യർക്ക് കുറച്ചുകൂടെ മൃഗങ്ങളെക്കാട്ടിലും വിലയുണ്ട് എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തണം. അടിസ്ഥാനപരമായിട്ടുണ്ടാകേണ്ടത് എന്നാണ്. ഇവിടെ ആർക്കാണോ വില എന്നുള്ളതിനെ കുറിച്ച് സംശയമാണ് ഇപ്പോഴും. ആരെയാണ് സംരക്ഷിക്കേണ്ടത്? ഇവിടെ നമ്മുടെ അരിക്കൊമ്പരെയാണോ സംരക്ഷിക്കേണ്ടത്, അതോ അവിടെ നാട്ടിലെ ജനങ്ങളെയാണോ എന്നൊരു സംശയത്തിലേക്ക് വരുന്നു. അപ്പൊ ആ സംശയത്തിന് തീരുമാനം ഉണ്ടാകണം. ഇവിടെ മനുഷ്യർക്ക് വിലയുണ്ട്, മനുഷ്യർ സംരക്ഷിക്കപ്പെടണം. ഒരാളുടെ പോലും ശരീരത്തിന് മൃഗങ്ങൾ മൂലം പോറലേൽക്കാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തണം. ഇവിടെ നമ്മളൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ഒരു പാഠമുണ്ടല്ലോ. എന്താണ്? ഇവിടെ മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന ഒരു സംവിധാനമുണ്ട് എന്നുള്ളതാണ്. അതാണ് ഗവൺമെന്റ്, അതാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദം, അതാണ് ഇവിടുത്തെ ഭരണകൂടം. ഇതാണ് നമ്മളുടെ പ്രതീക്ഷ. ഹൈറേഞ്ചിലെ ജനത്തിന് എന്താണ് ഇപ്പോഴത്തെ വിഷയം? കുറച്ച് നാളാണ് ഞങ്ങളുടെ വിഷയം എന്ന് പറയുന്നത് ഇത് തെറ്റായി പോയെന്ന്, ഞങ്ങൾ പഠിച്ച കാര്യങ്ങൾ തെറ്റാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കാൻ നിർബന്ധിതരാകുന്നു. ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരാൻ ഇവിടെ ആരും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. ഇവിടെ നക്സലൈറ്റ് എന്നൊക്കെ പറഞ്ഞത് ഇവിടെ കലാപസമാനമായിട്ടുള്ള ഒരു സാഹചര്യം മുതലെടുക്കുന്നുണ്ട്, മുളവിട്ട് വരുന്നുണ്ട്. കലാപസമാനമായിട്ടുള്ള സാഹചര്യം ഇടുക്കിയിൽ മുളവിട്ട് വരുന്നു. ഇത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കണ്ടില്ല എന്നിരിക്കരുത്. ചിന്നക്കനാൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ആളുകൾ ഇന്ന് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ സ്ത്രീകൾ ഉൾപ്പെടെ തെരുവോരങ്ങൾ ഇറങ്ങി വളരെ ആക്രോശത്തോട് മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം ഈ ദിവസങ്ങളിലൊക്കെ TV ചാനലുകൾ നടത്തിയിട്ടുള്ള ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഹൈറേഞ്ചിലെ ആളുകളുടെ സംസാരത്തിന്റെ ടോണ് കേട്ടാൽ നമുക്ക് മനസ്സിലാവുമല്ലോ അവരുടെ വികാരങ്ങൾ എത്രമാത്രം മാറിയിട്ടുണ്ട് എന്ന്. ഇന്നലെ നടത്തിയിട്ടുള്ള ചർച്ചകളിൽ പങ്കെടുത്തുള്ള സാധാരണക്കാരുടെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാര്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാര്, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, സാധാരണ മനുഷ്യരൊക്കെ TV ചാനലുകളിൽ സംസാരിക്കുന്നത് നമ്മളൊക്കെ കേട്ടതല്ലേ. ആളുകളുടെ സ്വഭാവം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ചിന്നക്കനാൽ തുടങ്ങിയ പ്രദേശത്ത് ഇന്ന് സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഒക്കെ തെരുവോരങ്ങളിൽ വന്നിരുന്ന സമരത്തിലാണ്. അവർ വളരെ കാർക്കശ്യത്തോടു കൂടിയുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് സമരത്തിലാണ്. അവർ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കെതിരെ എല്ലാം ശബ്ദം ഉയർത്തി തുടങ്ങിയിട്ടുണ്ട്.
ഇത്തരത്തിൽ ഒരു കലാപ സമാനമായിട്ടുള്ള സാഹചര്യം നാട്ടിലുണ്ടാകാനായിട്ടുള്ള കാരണം എന്താണ്? ഇത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ബോധപൂർവം കണ്ണടച്ച് സൃഷ്ടിച്ചെടുത്തതാണ് എന്ന് നമുക്ക് പറയാതെ തരമില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ടത് ഇവിടെ ആർക്കാണ് സംശയം പറയപ്പെട്ടത്? 11 ജീവനെടുത്ത ആന, 180ഓളം കെട്ടിടങ്ങൾ നശിപ്പിച്ചൊരാണ്. അത് സർക്കാർ വനം വകുപ്പ് കോടതിയിൽ വെച്ചതാണെന്ന് പറയണം. ഇനി അതിനകത്ത് പെടാത്തതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നശിപ്പിച്ച വീടുകളുടെ എണ്ണം ആർക്കാണ് അറിയാവുന്നത്? എത്രമാത്രം വീടുകൾ നശിപ്പിച്ചെന്നെങ്ങനെ അറിയാവുന്നത്? ആളുകൾക്ക് എത്രയോ പേർക്ക് പരിക്കുണ്ടായിരിക്കുന്നു, എത്രയോ പേരുടെ കൃഷിയിടങ്ങൾ നശിപ്പിക്കപ്പെട്ടു പോയിരിക്കുന്നു. അത്രമാത്രം ഭീതിതമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു ആന, അതിനെ പിടിച്ചുകൊണ്ട് പോകണമെന്ന് ആർക്കാണ് ഇതിൻ്റെ അകത്ത് സംശയം? ആർക്കാണ് അതിനെക്കുറിച്ച് രണ്ടാമതൊരു ചർച്ചയ്ക്ക് വകവരുന്നത്? ഏത് സാഹചര്യത്തിലാണ്? ഇതിനെ പിടിച്ചുകൊണ്ട് പോകണമോ, അതിനവിടെ നിർത്തണമോ എന്ന് സംശയിക്കേണ്ട കാര്യം എന്താണ്? അതാണ് ഞങ്ങൾ പറയുന്നത്. ഇവിടെയുള്ള ആളുകളുടെ ജീവനെ കുറിച്ച് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ഇതുവരെയായിട്ടും ബോധം തെളിഞ്ഞിട്ടില്ല എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് ഹൈറേഞ്ചിലെ ആളുകൾ കുറെ വർഷങ്ങളായി ഇവിടെ കുടിയേറിയ ആളുകളാണ്, നൂറ്റാണ്ടുകളായി ഇവിടെ പഴക്കമുള്ള കുടിയേറ്റമാണ്. ഇവിടെ ആളുകൾ വന്നപ്പോൾ കാട്ടാനയോടും ഇവിടെയുള്ള പ്രതികൂല സാഹചര്യങ്ങളോടും പടപൊരുതി തന്നെ ജീവിച്ചിട്ടുള്ള ആളുകളാണ്. അത്തരത്തിലുള്ള നെഞ്ചുറപ്പുള്ള ആളുകളാണ് ഇന്ന് തെരുവോരങ്ങളിൽ സമരത്തിനിറങ്ങിയിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ആളുകൾ പ്രകോപിതരാണ്. ഇവിടെയുള്ള ഹൈറേഞ്ചിലുള്ള സാധാരണക്കാരുള്ള മനുഷ്യർ പ്രകോപിതരാണ്. അവരിങ്ങനെ പ്രകോപനം സൃഷ്ടിച്ച്, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടല്ലോ, ഇവിടെ മാധ്യമങ്ങൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നില്ലായിരുന്നു. അത് വളരെ ബോധപൂർവമായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നില്ലേ? അടിമാലിയിലെ സമരത്തെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുള്ളൂ. ഞാനാണ് ഇവിടെയുള്ള മുഖ്യധാര മാധ്യമങ്ങളോടൊക്കെ നേരിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞതാണ്, ഇവിടെ പ്രോഗ്രാം നടക്കുന്നുണ്ട്, ഇതാണ് വിഷയം, ഇതിനു വേണ്ടിയിട്ടുള്ള സമയക്രമം ഇതാണ്. അവിടെ എത്ര വന്ന് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളോടൊക്കെ വിളിച്ചു പറഞ്ഞതാണ്. ഒരു മാധ്യമം പോലും വന്നിട്ടില്ല എന്നുള്ളത് മനുഷ്യന്റെ ആശങ്കകൾ കേൾക്കാൻ വേണ്ടിയിട്ട്, അവിടെ പ്രസ്താവിക്കപ്പെടുന്ന നിലപാടുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് ആരും എത്തിയിട്ടില്ല എന്നുള്ളത് ബോധപൂർവമായിട്ടുള്ള അവഗണനയുടെ ഭാഗമാണ്. അത് തികച്ചും സംശയാസ്പദമാ എന്ന് തന്നെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ആ കൂട്ടത്തിൽ നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ്, ഈ ദിവസങ്ങളിൽ ഈ ആനയുടെ സമീപത്ത് എല്ലാ മുഖ്യധാര മാധ്യമങ്ങളും അവിടെ ഉണ്ട് എന്ന്. ഇന്ന് ഉച്ചയ്ക്ക് ഞാനൊരു TV ചാനലിന്റെ റിപ്പോർട്ടിങ് കണ്ടാണ്. അവിടെ 2 പേര്, ഒരു ക്യാമറാമാനും റിപ്പോർട്ടറോട് കൂടി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം പറയാണ്, ഇന്ന് വളരെ അമേസിംഗ് ആയിട്ടൊരു വിഷ്വൽ നമുക്ക് കിട്ടി. എന്ത്? ഈ അരിക്കൊമ്പൻ ഇണചേരുന്ന ദൃശ്യം നമുക്ക് ലഭ്യമായിരിക്കുന്നു. ഇനി അതിന് നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ വലിയ ജനങ്ങളെ ഒരുപാട് ബാധിക്കുന്ന വിഷയമാണല്ലോ. കൊണ്ടാണ് അരിക്കൊമ്പൻ ഇന്ന് ഇണചേരാൻ വേണ്ടി പോയത്. എത്രയോ മ്ലേച്ഛകരമായിട്ടുള്ള മാധ്യമ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് പ്രിയപ്പെട്ടവർ ഈ മൂന്നാറ്റി പോയിട്ട് ഈ തണുപ്പ് പിടിച്ച് ഇവിടെ പോയി കിടക്കുന്നത്, ഈ മഞ്ഞ് പിടിച്ച് ഇവിടെ പോയി കിടക്കുന്നത് എന്തിനാണ്? നിങ്ങൾ എന്ത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ പോയി കിടക്കുന്നത്? ഈ അരിക്കൊമ്പൻ അവിടെ ഇണചേരുന്നത് കാണാൻ വേണ്ടി പോയിരിക്കുന്നതാണ് നിങ്ങൾ? അതോ അത് ഈ തേയിലക്കാട്ടിൽ നിന്ന് വളരെ രൗദ്രഭാവത്തോടുകൂടി പൊങ്ങി വരുന്ന വളരെ ഭംഗിയുള്ള ദൃശ്യം പകർത്താൻ വേണ്ടി പോയിരിക്കുന്നതാണോ നിങ്ങൾക്ക് അവിടെയുള്ള സാധാരണക്കാരൻ മനുഷ്യന്റെ നിലവിളി കേൾക്കാൻ വേണ്ടി എന്തേ സാധിക്കാതെ പോകുന്നത്? അവിടെയുള്ള ആളുകളുടെ, പാവപ്പെട്ട മനുഷ്യരുടെ, സ്ത്രീകളുടെ ഭയാശങ്കകൾ ഉൾക്കൊള്ളാൻ വേണ്ടി എന്താ കഴിയാതെ പോകുന്നത്? ഒരു വീട്ടിൽ പോലും കഞ്ഞിക്കുള്ള, ഒരു നേരത്തെ അന്നത്തിനുള്ള അരി വെക്കാൻ വേണ്ടിയിട്ട് സാധ്യമാകാത്ത വിധത്തിലും ഭീതിതമായിട്ടുള്ള ഒരു സാഹചര്യം ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. ഈ നാട്ടിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് പറയാൻ കഴിയാതെ പോകുന്നത് അത് നിരുത്തരവാദിത്തമായിട്ടുള്ള മാധ്യമ പ്രവർത്തനമാണ് എന്ന് തിരിച്ചറിയണം. അതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഒക്കെ നിഷ്ക്രിയരാണ്. ഇവിടെ MLA-മാരുണ്ട്, MP ഉണ്ട്, ഈ നാട്ടിൽ മന്ത്രിയുണ്ട്. ആരാണ് വ്യക്തമായിട്ട് നിലപാടുകൾ എടുത്തിട്ടുള്ളത്? ആരും വ്യക്തമായിട്ട് നിലപാടുകൾ എടുത്തില്ല. എപ്പോഴാണ് എടുത്തത്? കോടതി വിധി വന്നപ്പോൾ എല്ലാ രാഷ്ട്രീയ നേതൃത്വവും സടകുടഞ്ഞ് എഴുന്നേറ്റു. അപ്പൊ അവരുടെ ഭാഗം ക്ലിയർ ആയല്ലോ. ഇപ്പൊ ആരുടെ പേരിലാണ്? ഇപ്പൊ കോടതിയുടെ മുതലത്താണ്. അതുകൊണ്ട് ഇവരെല്ലാം സടകുടഞ്ഞ് എഴുന്നേറ്റ് പറഞ്ഞു, കോടതി വിധി അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായിരിക്കുന്നു, എല്ലാവരും മാന്യന്മാരായി. ഇത്രയും നാളായിട്ട് വാ വിളിക്കാത്ത നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വം, ഇവിടുത്തെ ജനപ്രതിനിധികൾ എല്ലാവരും ഇന്നലെ കൊണ്ട് സടപടഞ്ഞ് എഴുന്നേറ്റ് പറയുന്നത് കോടതി വിധി വളരെ മനുഷ്യത്വരഹിതമായി പോയി എന്ന്. ഇത്രയും ദിവസമായിട്ട് ആരും വേണ്ടിയിട്ടില്ല എന്ന് ഓർക്കണം. അതുകൊണ്ട് ഭരണകൂടത്തിന്റെ ആളുകളൊക്കെ ഇന്നലെ പറഞ്ഞു, സർക്കാർ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയതാണ് ഇതിനെ പിടിക്കാൻ വേണ്ടി. പക്ഷേ കോടതി ചതിച്ചിരിക്കുന്നു. ഇത് എപ്പോഴാണ് പൂർത്തിയായത്? വയനാട്ടിൽ പാലക്കാട്ടിൽ ആന ഇറങ്ങിയപ്പോൾ എത്ര ദിവസം കൊണ്ട് പിടിച്ചു? 48 മണിക്കൂറിനുള്ളിൽ ആനയെ പിടിച്ചകത്ത്, കുങ്കിയാനെ കൊണ്ടുവന്ന് പിടിച്ചകത്ത് കയറ്റി കൊണ്ടുപോയില്ല അതിനെ. ഇത് വർഷം എത്രയായി ഇവിടെ കിടന്ന ഫൈറ്റ് തുടങ്ങിയിട്ട്? വർഷങ്ങളായി. ഇതിന്റെ പ്രായം പറയുന്നത് 30 വയസ്സോളം പ്രായമുണ്ടെന്നാണ് പറയുന്നത്. അതിനകത്ത് നല്ല കാലം മുഴുവൻ ഈ ആളുകളുടെ മെക്കിട്ട് കയറി തീർത്താണ് ഈ ആന. എന്ത് ചെയ്ത ആളുകൾക്ക് മനസ്സിലാക്കാതെ പോകുന്നത്? എന്നിട്ട് വേറെ എന്തോ വലിയ ഹീറോയിസം അതിന് പ്രഖ്യാപിച്ചു കൊടുക്കുകയാണ്. അതിന്റെ തലയെടുപ്പ് കണ്ടില്ലേ? അതിന്റെ ആർജവത്വം കണ്ടില്ലേ?
മെക്കിട്ട് കയറുന്നത് കാണാതെ പോകുന്നത്. ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട തോട്ടം തൊഴിലാളികളുടെ ജീവിതം നശിപ്പിച്ചതെന്താ കാണാതെ പോകുന്നത്? അതിന്റെ തലയെടുപ്പാണ് ഇവിടുത്തെ വിഷയം. ഈ അരിക്കൊമ്പൻ എന്ന് പറഞ്ഞ ആനയുടെ തലയെടുപ്പാണ് ഇവിടുത്തെ വിഷയം. അല്ലെങ്കിൽ പടയപ്പ എന്ന് പറഞ്ഞ ആനയുടെ കൊമ്പിന്റെ അഴകാണ് ഇവിടുത്തെ വിഷയം. ഇവിടെ പാവപ്പെട്ട ആളുകൾ അധിവസിക്കുന്ന നാടാണ്. അവർക്ക് ഭയാശങ്കകൾ കൂടാതെ ജീവിക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടാകണം. അവർക്ക് സ്വന്തമായിട്ട് കൃഷി ചെയ്യാൻ വേണ്ടി ഒരു സാഹചര്യം ഉണ്ടാകണം. അവരെ അന്നം മുട്ടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം. അവരുടെ കൊച്ചുങ്ങൾക്ക് ഭയം കൂടാതെ വിദ്യാലയങ്ങളിൽ പോയി പഠിക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം. ആളുകൾക്ക് സന്ധ്യയാകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ മേലാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടുത്തെ കച്ചവടങ്ങളൊക്കെ മുട്ടിപ്പോവുകയാണ്. ഇന്ന് സന്ധ്യയാകുമ്പോൾ ഏത് കച്ചവടക്കടയാണ് തുറന്നിരിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിതമാകുന്നത്? ഒരു കടയിലേക്ക് ഒരു പുരുഷനെ പോലും പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് സ്ത്രീകൾക്കോ കുട്ടികൾക്കോ ഒന്നും ഭയമാണ്. ഒരു സൈഡിൽ ആന, ഇപ്പുറത്തേക്ക് വന്ന ഇവിടെ കടുവയായി, പുലിയായി, ആകെപ്പാടെ ഭയാശങ്കകൾ ജനിപ്പിക്കുന്ന ഒരു സാഹചര്യം. ഇത് ബോധപൂർവ്വം സൃഷ്ടിക്കപ്പെടുന്നതല്ലെന്ന് ആരാണ് പറയുന്നത്? ഇനി ആർക്കാണ് മനസ്സിലാകാത്തത്? കാരണം ഇത്രയും നാളുകളില്ലാത്ത ഒരു ഭീതിതമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ നിങ്ങൾ തിരിച്ചറിയണം, ഇടുക്കിയിൽ ഓരോ ദിവസവും വൈകുന്നേരങ്ങളിലേക്കും നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഈ വഴികളിലൂടെ ലോഡ് കണക്കിന് തടികൾ വെട്ടി പോകുന്നുണ്ട്. ഇത് എവിടുന്നാണ് പോകുന്നത്? ഇത് ഇടുക്കിയിൽ നിന്നാണ് പോകുന്നത്. ഓരോ ദിവസം ചെല്ലുന്തോറും എത്രയോ ലോഡ് കണക്കിനാണ് തടികൾ ഇവിടുന്ന് പോകുന്നത് എന്ന് പറഞ്ഞാൽ വനങ്ങളൊക്കെ നശിപ്പിക്കുന്നു. ഇതിന് സമാനമായിട്ടുള്ള വനനശീകരണം, ക്രമാനുഗതമായിട്ടുള്ള അനിയന്ത്രിതമായ വനനശീകരണം നടന്നൊരു കാലഘട്ടമുണ്ട്. ഏത് കാലഘട്ടമാണ് അത്? കസ്തൂരിരംഗൻ ഗാഡ്ഗിൽ വിഷയം വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ഭൂപ്രശ്നങ്ങൾ സങ്കീർണമാകുന്നു എന്ന് തോന്നിയപ്പോൾ ആളുകൾ ഭയാശങ്കരായി. ഇനി ഇത് വെച്ചുകൊണ്ടിരുന്ന കാര്യമില്ല, എത്രയും പെട്ടെന്ന് ഇത് വെട്ടിത്തീർന്നു പോയി, അല്ലെങ്കിൽ ഇത് മുഴുവൻ കാണാക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ആളുകൾ മരമെല്ലാം കൂടെ വെട്ടിമുറിച്ചു. കാലാവസ്ഥകളൊക്കെ മാറി. ഹൈറേഞ്ചിലെ കാലാവസ്ഥകൾ പഴയതുപോലെ മുഴുവൻ മാറി. ഇപ്പൊ എന്താ വിഷയം? ഇപ്പൊ ബഫർ സോൺ വന്നു. ഇത് വനാതിർത്തിയിൽ നിന്ന് 1 കിലോമീറ്റർ എയർ ഡിസ്റ്റൻസ് ബഫർ സോൺ ആക്കി മാറ്റാൻ വേണ്ടി പോകുമെന്ന് പറഞ്ഞു. ആളുകൾ വീണ്ടും ആശങ്കയിലാണ്. അതുകൊണ്ട് എന്ത് പറ്റി? അവർ വീണ്ടും വനങ്ങളൊക്കെ വെട്ടിത്തെളിക്കാൻ തുടങ്ങി. അനിയന്ത്രിതമായിട്ടുള്ള മരം മുറിക്കൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇത് ആരാണ് ഉണ്ടാക്കിയെടുക്കുന്നത്? ഈ ആശങ്കകൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് മനുഷ്യർ, ഇവിടെയുള്ള താമസിക്കുന്ന മനുഷ്യർ സ്വാഭാവികമായിട്ടും വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് ഉണ്ടാക്കിയെടുത്ത ആശങ്കയൊന്നുമില്ല. ഇത് ബോധപൂർവ്വം ഇവരുടെ മേൽ അടിച്ചു കളിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടല്ലോ, ഹൈറേഞ്ചിൽ ആളുകളെ കുടിയിറക്കുന്ന ഒരു സംവിധാനം ഉണ്ടായി വരുന്നുണ്ട്. ഇത് കുടിയിറക്കലിന്റെ ഭാഗമാണ്. ഇത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇത് ആർക്കാണ് മനസ്സിലാകാത്തത്? ഇത് കുടിയിറക്കലിന്റെ ഭാഗം തന്നെയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? ഞങ്ങൾ ആരെയും കുടിയിറക്കുന്നില്ല, നിങ്ങൾ കുടിയിറക്കണ്ടെന്ന്. മനുഷ്യനോട് ജീവിക്കാനായിട്ടുള്ള സാഹചര്യം ഇല്ല, ജീവിക്കാൻ ഭയം തോന്നുന്നു. അപ്പൊ എന്താ പറ്റുന്നത്? ഇവിടെ നിൽക്കാൻ മേലാത്തതുകൊണ്ട് ഇറങ്ങിപ്പോകുന്നു. ഇവിടെ മാങ്കുളത്തും കൈതപ്പാറ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സർക്കാർ കാണിച്ചത് എന്താണ്? അവിടെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകളോട് പറഞ്ഞു, നിങ്ങൾക്ക് പൈസ തരാം, 10-15 ലക്ഷം രൂപ തരാം, നിങ്ങൾ ഇറങ്ങി മാറിപ്പോകും. ഈ പാവപ്പെട്ട മനുഷ്യർ ഉൾപ്രദേശത്ത് കിടക്കുന്ന ആളുകൾ വിചാരിച്ചു 15 ലക്ഷം രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ വേറെ ഏതോ മനലോകം അവർ കെട്ടിപ്പെടുത്തു. ഇത് എന്ത് വലിയ ഭീമമായ തുകയാണല്ലോ നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. ആളുകൾ ഒപ്പിട്ട് തുടങ്ങി. എന്താ വിഷയം ഉണ്ടാകുന്നത്? ഒരാൾ ഇറങ്ങിപ്പോയാൽ അപ്പുറത്തവന് പോകാതിരിക്കാൻ മേലാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഒരാൾ ഇറങ്ങി പോകുമ്പോൾ അവന്റെ 5 ഏക്കർ സ്ഥലം അല്ലെങ്കിൽ 10 ഏക്കർ സ്ഥലം അത് വനഭൂമിയാക്കി മാറ്റപ്പെടുകയാണ്. ഈ വനഭൂമിയുടെ അടുത്ത് എങ്ങനെയാണ് പിന്നെ അടുത്ത ആൾ പോയി താമസിക്കുന്നത്? അതുകൊണ്ട് ഇവിടെ ബോധപൂർവമായിട്ടുള്ള വനവൽക്കരണം, അത് ആദ്യമേ തൊട്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, ഇത് ബോധപൂർവമായിട്ടുള്ള വനവൽക്കരണം ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ കാർബൺ ഫണ്ടിന്റെ കാര്യമൊക്കെ സൂചിപ്പിച്ചല്ലോ, ചാക്കോ സാറ് സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ കാർബൺ ഫണ്ടൊക്കെ വന്നിട്ടുണ്ട്, കണക്ക് പ്രകാരം വന്നിട്ടുണ്ടല്ലോ, ഇന്ത്യയിൽ വന്നിട്ടുണ്ടല്ലോ. അതിന്റെ ഒരു ഭാഗം ഇടുക്കിയിലൊക്കെ വന്നിട്ടുണ്ടല്ലോ, കേരളത്തിലൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഈ വനവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് എന്താ സംഭവിച്ചത്? ഇത്രയും നാൾ ഇങ്ങനെ മരത്തെ കൊടുക്കുമായിരുന്നു, മരത്തെ നടുവായിരുന്നു, ഫോട്ടോ എടുക്കുമായിരുന്നു, ഇത് വനം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമാണ്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ മരം മാത്രമല്ല, എന്തേ നിങ്ങൾ ഇത്തരം കാലം കൊണ്ട് സൃഷ്ടിച്ച വനം, എത്ര ഹെക്ടർ വനം സൃഷ്ടിച്ചെടുത്തു, അതിന്റെ കണക്കുകൾ ബോധിപ്പിക്കണം. അതിന്റെ കണക്കുകൾ ബോധിപ്പിക്കേണ്ട സാഹചര്യം വന്നപ്പോഴത്തേക്ക് വനമില്ല, പുതിയതായിട്ട് സൃഷ്ടിക്കപ്പെട്ട വനമില്ല. അതുകൊണ്ട് ഇത് വനമാണ് എന്ന് ആക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമം ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഏത് മനുഷ്യനാണ് ഇവിടെ പിടികിട്ടാതെ പോകുന്നത്? ഓക്കെ, വളരെ വ്യക്തമാണ്. അവസാനമായി ശ്രീ ഡോക്ടർ ചാക്കോ കാളപ്പറമ്പിൽ, ഈ കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പിന്റെ മുമ്പിൽ അല്ലെങ്കിൽ കോടതിയുടെ മുമ്പിലൊക്കെ, കേന്ദ്രത്തിന്റെ മുമ്പിലൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ സർക്കാർ, കേരള സർക്കാർ പോലും തികഞ്ഞ ആർജവത്തോടെ ഞങ്ങളുടെ നാട്ടിലെ, ഞങ്ങളുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഇവിടെ ജീവിച്ച് മതിയാകത്തുള്ളൂ എന്ന് എന്തുകൊണ്ട് നമ്മുടെ മന്ത്രിയോ നമ്മുടെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റ് ഉന്നത നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ ശക്തമായ ഒരു നിലപാട് എന്തുകൊണ്ട് അവരെടുക്കുന്നില്ല? വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ശ്രീ കാളപ്പറമ്പിൽ. നമ്മൾ അതിന് ഉത്തരം തേടുമ്പോൾ ഇത് കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ കേന്ദ്ര വൈൽഡ് ലൈഫ് ബോർഡിന്റെയോ കേന്ദ്ര ഗവൺമെന്റിന്റെയോ മാത്രം ഒരു പ്രോബ്ലമായിട്ട് അതിനെ ചുരുക്കിക്കൊണ്ട്
സംസ്ഥാന ഭരണകൂടങ്ങൾ അതിൽ നിന്ന് എപ്പോഴും രക്ഷപ്പെടുന്ന ഒരു രീതി നമ്മൾ കാണുന്നു. തീർച്ചയായിട്ടും അത് അപലപനീയമാണ്. കാരണം സംസ്ഥാനത്തിന് ഉത്തരവാദിത്വമുണ്ട്. വെറുമനായിട്ട് ഇതിനെ പ്രഖ്യാപിക്കാനായിട്ട് സംസ്ഥാനത്തിന്റെ കുറെ സ്റ്റെപ്പുകൾ എടുക്കാനുണ്ട്. അത് സംസ്ഥാനം ചെയ്യാറില്ല. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഭീകര ജീവികളെ ഒതുക്കുവാനായിട്ട് സംസ്ഥാനം ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു കണക്കിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇതിനൊരു വിശദീകരണം നൽകാം. ഈ കേരളത്തിലെ 200ഓളം പഞ്ചായത്തുകളിൽ ഏകദേശം 30-35 ലക്ഷം ജനങ്ങൾ നേരിട്ട് വന്യജീവി ആക്രമണത്തിന്റെ പരിധിയിൽപ്പെടുന്നവരാണ്. കഴിഞ്ഞ 10 വർഷം 996 പേര് ഈ വന്യജീവി ആക്രമണം മരിച്ചു. ഏകദേശം 3600ഓളം പേര് പരിക്കേറ്റു. 2008 മാത്രം 32 പേര് പേർക്ക് പരിക്കേറ്റെങ്കിൽ 2018 അത് 953, 10 കൊല്ലം കൊണ്ട് ഏകദേശം 1000ഓളം പേര് വന്യജീവി മൂലം പരിക്കേറ്റതാണ്. ഈ നമ്മുടെ ഹൈക്കോടതിയിൽ ഒരു വിധിയുണ്ട്. RSA നമ്പർ 1349 2012 എന്നാണ് എന്റെ ഓർമ്മ. അതിലെ 11, 12 പാരഗ്രാഫുകളിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, വിവിധ വകുപ്പുകളിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് പൗരന്റെ വസ്തുവകകൾ സംരക്ഷിക്കാൻ സർക്കാരിന്റെ പ്രിൻസിപ്പിൾ ഓഫ് സ്ട്രിക്റ്റ് ലയബിലിറ്റി ഓഫ് ദി സ്റ്റേറ്റ് വളരെ എടുത്തു പറഞ്ഞുകൊണ്ട് കോടതി ആവശ്യപ്പെടുന്നുണ്ട് സംസ്ഥാന സർക്കാരോട്. വിവിധ വകുപ്പുകളിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പൗരന്റെ വസ്തുക്കൾ സംരക്ഷിക്കണമെന്ന്. പക്ഷെ ആരാണ് ഇത് ചെവിക്കൊള്ളുന്നത്? കോടതി വിധികൾ അവിടെ കിടക്കുന്നതല്ലാതെ. ഇനി നമ്മള് ഇതിന്റെ പരിഹാര മാർഗങ്ങളിലേക്ക് മാറുമ്പോൾ നമ്മൾ കേന്ദ്രത്തിലേക്ക് മാത്രം നോക്കി നിൽക്കാതെ കേരളത്തില് ഈ പഞ്ചായത്തുകളിൽ എന്തുകൊണ്ട് ജാഗ്രതാ സമിതികൾ ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ പഞ്ചായത്ത് തലത്തിൽ ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് സൗരവേലി വരെയുള്ള സംരക്ഷണ കവചങ്ങൾ തീർക്കുന്നില്ല? ആനമതിലാണെങ്കിലും വീട്രഞ്ചസ് ആണെങ്കിലും അയൺ റോപ്പ് ഉപയോഗിച്ചുള്ള ഫെൻസിങ് ആണെങ്കിലും റെയിൽ ഫെൻസിങ് ആണെങ്കിലും ഇതിനെ തടയാൻ പര്യാപ്തമല്ല. എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലുള്ള സംരക്ഷണ ഭിത്തികൾ തീർക്കുന്നില്ല? വന്യജീവികൾക്കും ജനങ്ങൾക്കും ഇടയിൽ തുച്ഛമായ നഷ്ടപരിഹാരമാണ് കൊടുക്കുന്നത്. എന്തുകൊണ്ട് മതിയായ നഷ്ടപരിഹാരം കൃഷിക്ക് കൊടുക്കുന്നില്ല? വിള ഇൻഷുറൻസ്, നാമമാത്രമായ പ്രീമിയം വെച്ചുകൊണ്ട് വിള ഇൻഷുറൻസ് എങ്കിലും സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിക്കൂടെ? ഒരു 500 മീറ്റർ ഏരിയ, ഫോറസ്റ്റ് അതിർത്തിയിൽ നിന്ന് ഒരു 500 മീറ്റർ അതിന്റെ ഉള്ളിലേക്ക് ഒരു ഹ്യൂമൻ സെൻസിറ്റീവ് സോൺ എന്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നില്ല? നമ്മളെല്ലാം ഈ വന്യജീവി സെൻസിറ്റീവ് സോൺ പറയാറുണ്ടല്ലോ, ബഫർ സോൺ പറയാറുണ്ടല്ലോ. ഹ്യൂമൻ സെൻസിറ്റീവ് സോണുകളെ പ്രഖ്യാപിക്കണം. വനാതിർത്തിയിൽ നിന്ന് 500 മീറ്റർ വനത്തിന്റെ ഉള്ളിലേക്ക് മനുഷ്യൻ ഹ്യൂമൻ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ് പ്രഖ്യാപിക്കണം. അത് വനത്തിനുള്ളിലുള്ള ഞാൻ സൂചിപ്പിച്ചതാണ്. തോട്ടങ്ങൾ നിഷ്കരണം മാറ്റിയിട്ട് സ്വാഭാവിക വനമാക്കണം. അതുപോലെ കള്ളിങ്ങും കൺട്രോൾഡ് ഹണ്ടിങ്ങും നമ്മുടെ ഇവിടെ നിർബന്ധമായിട്ടും കൊണ്ടുവരണം. IUCNന്റെ കൺസർവേഷൻ സ്റ്റാറ്റസ് പ്രകാരം ലീസ്റ്റ് കൺസേൺ വിഭാഗത്തിൽപ്പെട്ട ജീവികളാണ് കാട്ടുപന്നി, കുരങ്ങ്, മുള്ളംപന്നിയൊക്കെ. അതിൽ പെടുത്തിക്കൊണ്ട് അവയെ കണ്ടെയ്ൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. സംസ്ഥാന സർക്കാരിന് ചെയ്യാവുന്നതാണ്. കൃഷിഭൂമിയിൽ മൃഗത്തിന്റെ വന്യജീവി സ്റ്റാറ്റസ് എടുത്തു കളയണം. കൃഷിഭൂമിയിൽ വന്യജീവി സ്റ്റാറ്റസ് ഇല്ല വന്യജീവിക്ക്. അതിന്റെ വന്യജീവി സ്റ്റാറ്റസ് എടുത്തു കളഞ്ഞുകൊണ്ട് കൃഷിഭൂമിയിൽ ഇറങ്ങിയാൽ അതിനെ നശിപ്പിക്കാൻ കർഷകൻ അധികാരമുണ്ട്, അല്ലെങ്കിൽ വനപാലകൻ ചെയ്തിരിക്കണം. ഇനി അത് ചെയ്യാത്ത വനപാലകർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനായിട്ട് ശക്തമായ നിയമ സംവിധാനങ്ങൾ ഉണ്ടാകണം നമ്മുടെ നാട്ടിൽ. ഇത്തരത്തില് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ഭേദഗതി ചെയ്യണം. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിനെ തന്നെ വൈൽഡ് ലൈഫ് മാനേജ്മെന്റ് ആക്ഷൻ ആക്കി മാറ്റണം. അതിന് നമ്മുടെ സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്യണം. നമ്മുടെ ജനങ്ങളുടെ പ്രതിനിധികൾ അത് കേന്ദ്രത്തിൽ സംസ്ഥാനത്തിലും ഉണ്ടല്ലോ, MP-മാരും MLA-മാരും ശക്തമായിട്ട് ശുപാർശ ചെയ്യണം. അതുപോലെ വനപാലകർ വനത്തിൽ താമസിക്കട്ടെ. അവർ ഇതിന്റെ കഷ്ടപ്പാടൊക്കെ എന്നറിയട്ടെ. അവർ ടൗണിന്റെ മെട്രോ സിറ്റിയിൽ ഒന്ന് താമസിച്ചിട്ട് വനം സംരക്ഷിക്കുകയാണെന്ന് പറഞ്ഞ് വന്യജീവി സംരക്ഷിക്കാൻ പറഞ്ഞിരിക്കണ്ട. അവർ വനത്തിൽ പോയി താമസിച്ചിട്ട് വന്യജീവികളെ സംരക്ഷിച്ചുകൊണ്ട് ഈ കപട മൃഗസ്നേഹികളെ കൂടെ ആ കൂട്ടത്തിൽ വിടണം, അവിടെയും വിടണം. അങ്ങനെയുള്ളവർ കുറച്ചു കാലം അവർ താമസിക്കട്ടെ. ഈ പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യർ ഇവരുടെ വീടുകളിൽ വന്ന് താമസിച്ചോളും. ഈ കപട പരിസ്ഥിതിവാദികളുടെ വീടുകൾ ഇവർക്കൊന്ന് കൊടുത്തിട്ട് ഒരു 6 മാസക്കാലം ഇവർ അവിടെ ഒന്ന് പോയി താമസിക്കട്ടെ. അങ്ങനെ ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാം ഒക്കെ നടപ്പാക്കാം. ആ തരത്തിൽ ജനങ്ങളുടെ നൊമ്പരം മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ സ്വീകരിക്കാനും നടപ്പിൽ വരുത്തുവാനും ഈ പറയുന്ന സംസ്ഥാന സർക്കാരും അതിന്റെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത് വലിയ പ്രതിസന്ധിയിലേക്കും ജനങ്ങളുടെ വലിയ മുന്നേറ്റത്തിലേക്ക് നയിക്കും. ഒരു സംശയം വേണ്ട. അത് പിന്നെ ആർക്കും പിടിച്ചാൽ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കും. കാരണം എല്ലാം നഷ്ടപ്പെട്ടവന് പിന്നെ വേറൊന്നും ആലോചിക്കാനില്ല. അവൻ അങ്ങനെ ചെയ്തു പോകും. അവൻ ചിലപ്പോ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ ചിലപ്പം അവന്റെ പ്രവർത്തനങ്ങൾ ആയിപ്പോയിരിക്കും. അതിനെ ചെക്ക് ചെയ്യത്തക്ക വിധത്തില് സർക്കാരും സംവിധാനങ്ങളും വനപാലകരും ഒക്കെ കൃത്യസമയത്ത് വേണ്ട വിധത്തിൽ ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്ന് ജനങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഭരണകൂടമാണെന്ന് പറയുകയും വന്യമൃഗങ്ങളെയും പേപ്പട്ടിയെയും സംരക്ഷിച്ചുകൊണ്ട് ജനങ്ങളെ വഴിയാധാരമാക്കുകയും ചെയ്യുന്നവരായി മാറുകയും ചെയ്താൽ അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള വേഗമുണ്ടെന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.
തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ്. നിങ്ങൾ 3 പേരും പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങളുടെ ആശങ്കകൾ, നിങ്ങളുടെ ഭയം, അത് നമ്മുടെ ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ അവരെ ഏറ്റവും അധികമായിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യാം, മൃഗങ്ങളുടെ ബോധം പോലും ഇല്ലാത്ത മനുഷ്യർ ഈ നമ്മുടെ സാധാരണ ജനത്തെ നയിക്കുമ്പോൾ, അവർ മേൽത്തട്ടുകളിൽ ഇരുന്ന് ഭരണം നടത്തുമ്പോൾ, മനുഷ്യർ ഇതുപോലെയുള്ള കഷ്ടതകളിലൂടെയൊക്കെ കടന്നു പോകേണ്ട ഗതികേടിലേക്ക് നമ്മൾ ചെന്ന് പെട്ടുകയും. പക്ഷേ ആർജവത്തോടെ നിങ്ങളെപ്പോലെയുള്ളവർ, സഭാ നേതൃത്വം, നമ്മൾ മുൻപിൽ തന്നെ നിന്നുകൊണ്ട് ഈ നാട്ടിലെ കഷ്ടപ്പെടുന്ന, വേദനിക്കുന്ന, ഇതുപോലെയുള്ള കാട്ടാനകളുടെയും കടുവയുടെയും പുലിയുടെയും ഒക്കെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന മക്കൾക്ക് വേണ്ടി, കൃഷി നശിച്ച് എല്ലാം നഷ്ടപ്പെട്ട് ആത്മഹത്യയിൽ അഭയം തേടേണ്ടി വരുന്ന മനുഷ്യരുടെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുവാനായിട്ട് ഇവിടെ ഇനിയും ശക്തമായ മുന്നേറ്റങ്ങൾ ഉയർന്നു വരേണ്ടിയിരിക്കുന്നു. നിശ്ചയമായിട്ടും അത് ഉയർന്നു വരിക തന്നെ ചെയ്യും. ഈ ചർച്ചയിൽ വളരെ സജീവമായ, വളരെ പ്രയോജനകരമായ ഈ ചർച്ചയിൽ പങ്കെടുത്ത നിങ്ങൾ 3 പേർക്ക്, ഫാദർ ജെയിംസ് കാരക്കാട്ട്, ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ, 3 പേർക്കും നന്ദി.